Assessment for Learning in the 2024 question paper and question and answer discussion. First question, 2 marks in the question ആണ്. Write any 4 advantages of formative evaluation. Formative evaluation എന്ന് പറയുന്നത് നമ്മൾ ഇൻസ്ട്രക്ഷൻ്റെ മുൻപായിട്ട് അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻ നടക്കുന്ന ഡ്യൂറിങ് ദി ഇൻസ്ട്രക്ഷനോ ആയിട്ട് ചെയ്യുന്നതാണ് ഫോർമേറ്റീവ് വാല്യുവേഷൻ. അപ്പോൾ എന്താണ് അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ ഈസ് ഐഡൻറ്റിഫൈങ് ലേണിംഗ് ഡിഫിക്കൽട്ടീസ് ഏർലി. മുൻപ് തന്നെ ലേണിംഗ് ഡിഫിക്കൽട്ടീസ് ഐഡൻറ്റിഫൈ ചെയ്യുക. കണ്ടിന്യൂസ് ഫീഡ്ബാക്ക് ടു ബോത്ത് ദ ടീച്ചേഴ്സ് ആൻഡ് ലേണേഴ്സ്. Third one is encourages active student participation in learning, improves instructional methods and strategies. ഇതാണ് 4 advantages of formative evaluation. What do you mean by personality inventory? Personality inventory എന്ന് പറയുന്നത് ഒന്നാമതൊരു സ്റ്റാൻഡർഡൈസ്ഡ് ക്വസ്റ്റനെയർ ആണ്. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് ടു അസസ് ഇൻഡിവിജ്വൽ പേഴ്സണാലിറ്റി ട്രേറ്റ്സ് ആൻഡ് ഇറ്റ് ഹെൽപ്സ് ഇൻ അണ്ടർസ്റ്റാൻഡിങ് ബിഹേവിയറൽ പാറ്റേൺസ്, ഇൻട്രസ്റ്റ്, ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് ഇമോഷണൽ റെസ്പോൺസസ്. അത് പേഴ്സണാലിറ്റി ഇൻവെൻറ്ററി ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ക്വസ്റ്റനെയർ ആണ്. ഒരാളുടെ ഇൻഡിവിജ്വൽ പേഴ്സണാലിറ്റി ട്രേറ്റ്സ് മനസ്സിലാക്കാനായിട്ട് ആണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ലേണറിൻ്റെ ബിഹേവിയറൽ പാറ്റേൺസ്, ഇൻട്രസ്റ്റ്, ആറ്റിറ്റ്യൂഡ്സ്, ഇമോഷണൽ റെസ്പോൺസ് ഒക്കെ നമുക്ക് അസസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ പേഴ്സണാലിറ്റി ഇൻവെൻറ്ററിയിൽ നമ്മൾ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുക്കുകയാണ്. സെൽഫ് റിപ്പോർട്ടഡ് ആയിരിക്കും. അതുപോലെ തന്നെ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ സീരീസ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കാം. അസസ്മെൻറ്റിൻ്റെ തന്നെ നമ്മളൊരു അസൈൻമെൻറ്റ് ചെയ്തിട്ടുണ്ടാവും 30 അബോവ് സ്റ്റുഡൻസിൽ ഒരു ഇൻവെൻറ്ററി കൊടുത്തിട്ട്. അപ്പോൾ അതധികം പേര് പേഴ്സണാലിറ്റി ഇൻവെൻറ്ററി ആയിരിക്കാം ചെയ്തിട്ടുണ്ടാവുന്നത്. പിന്നെ കൗൺസിലിംഗ്, കരിയർ ഗൈഡൻസ്, അതുപോലെ തന്നെ സൈക്കോളജിക്കൽ ഇവാലുവേഷൻ ഒക്കെ വേണ്ടിയിട്ട് പേഴ്സണാലിറ്റി ഇൻവെൻറ്ററി യൂസ്ഫുൾ ആണ്. ഇനി വാട്ട് ഈസ് മെൻ ബൈ പ്രഗ്നോസ്റ്റിക് ടെസ്റ്റ്? പ്രഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ നേരത്തെ തന്നെ കണ്ടിരുന്നു ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്നല്ലേ. അതിലെന്തായിരുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ തുടക്കത്തിൽ തന്നെ ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ഡ്യൂറിങ് ആയിട്ടോ അല്ലെങ്കിൽ ബിഫോർ ദി ഇൻസ്ട്രക്ഷൻ ചെയ്യുന്നതാണ് ഡയഗ്നോസ്റ്റിക്. പ്രഗ്നോസ്റ്റിക് എന്ന് പറഞ്ഞാൽ ആ വേർഡിൻ്റെ അർത്ഥം തന്നെ ഭാവി പ്രവചനം എന്നുള്ളതാണ്. അപ്പോൾ പ്രഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രെഡിക്റ്റ് ചെയ്യുക സ്റ്റുഡൻസ് ഫ്യൂച്ചർ പെർഫോമൻസ് ഓർ പൊട്ടൻഷ്യൽ ഇൻ എ പെർട്ടിക്കുലർ ഏരിയ. ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ ആ കുട്ടിയുടെ പൊട്ടൻഷ്യലോ ഫ്യൂച്ചർ പെർഫോമൻസിനെ കുറിച്ച് പ്രെഡിക്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ലേണേഴ്സിന് എന്ത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത്? വെദർ ദേ മേ സക്സീഡ് ഓർ ഫേസ് ഡിഫിക്കൽട്ടീസ് ഇൻ ഫ്യൂച്ചർ ടാസ്ക്. അവർക്ക് ഫ്യൂച്ചറിൽ അവിടെ സക്സസ്ഫുൾ ആവാൻ പറ്റുമോ അതോ ഡിഫിക്കൽട്ടീസ് ആണോ ഫേസ് ചെയ്യുക എന്നുള്ളത് ഈ പ്രഗ്നോസ്റ്റിക് ടെസ്റ്റിലൂടെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഇത് യൂസ് ചെയ്യുന്നത് കരിയർ കൗൺസിലിംഗ്, അഡ്മിഷൻസ് ഓർ പ്ലേസ്മെൻറ്റ് ഡിസിഷൻസിനൊക്കെ ഈ ടെസ്റ്റ് യൂസ് ചെയ്യാം. ആൻഡ് ദേ ഓൾസോ ഹെൽപ്പ് ഇൻ പ്ലാനിങ് അപ്രോപ്രിയേറ്റ് എഡ്യൂക്കേഷണൽ അല്ലെങ്കിൽ വൊക്കേഷണൽ പ്രോഗ്രാംസ്. ഓക്കെ, വാട്ട് ഈസ് ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ്? അപ്പോൾ ക്വാളിറ്റേറ്റീവ് അസസ്മെൻറ്റ് ഫോക്കസ് ചെയ്യുന്നത് ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസ് ഓഫ് ലേണിംഗ് ആണ്. അതായത് ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസ് ഓഫ്, അതായത് ക്വാളിറ്റേറ്റീവ് എന്ന് പറയുമ്പോൾ തന്നെ ഹൗ ഗുഡ് എന്നുള്ളതാണ്. അപ്പോൾ ഒരാളെ ഒരു സ്റ്റുഡൻറ്റ് എത്രത്തോളം ഗുഡാണ്, എത്രത്തോളം നല്ലൊരു പെർഫോമറാണ്, നല്ലൊരു ലേണറാണ് നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കുക? ത്രൂ ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസ് ആണ്. അപ്പോൾ ഇതിന് എന്തൊക്കെ യൂസ് ചെയ്യാം? ഒബ്സർവേഷൻസ്, ഇൻ്റർവ്യൂസ് ആൻഡ് പോർട്ട്ഫോളിയോസ് ഒക്കെ യൂസ് ചെയ്യാം. ഇനി കുട്ടികളുടെ തോട്ട്സ്, ആറ്റിറ്റ്യൂഡ്സ്, അതുപോലെ തന്നെ ലേണിംഗ് പ്രോസസ്സിലേക്കുള്ള ഒരു ഉൾക്കാഴ്ചയും കൂടി ഇത് തരും. അടുത്തത് ക്വാണ്ടിറ്റേറ്റീവ് അസസ്മെൻറ്റ്. ഇവിടെ ഉള്ളതെന്ന് പറയുന്നത് മെഷറബിൾ ഡാറ്റയാണ്. നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ സ്കോഴ്സ് ഒക്കെ ആയിരിക്കും അതിൽ വരുന്നത്. അപ്പോൾ ടെസ്റ്റ് സ്കോഴ്സ്, ഗ്രേഡ്സ് ഓർ സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെയാണ് ഇതിന് വേണ്ടി യൂസ് ചെയ്യുക. ഇവിടെ ഒരു ഒബ്ജക്റ്റീവ് കമ്പാരിസണും അതുപോലെ തന്നെ റാങ്കിങ് ബേസ്ഡ് ഓൺ ന്യൂമറിക്കൽ വാല്യൂസിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ടെസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി മെൻഷൻ എനി 4 ഒബ്ജക്റ്റീവ്സ് ദാറ്റ് കം അണ്ടർ സൈക്കോമോട്ടർ ഡൊമൈൻ. ഇപ്പോൾ സൈക്കോമോട്ടർ ഡൊമൈൻ്റെ കീഴിൽ വരുന്ന 4 ഒബ്ജക്റ്റീവ്സ് ആണ്. ഒന്ന്, സ്കിൽസ് ഡെവലപ്പ് ചെയ്യുക, ലൈക്ക് ഹാൻഡ് റൈറ്റിംഗ് ഓർ ഡ്രോയിങ്. രണ്ടാമത്തത് ഫിസിക്കൽ ആക്ടിവിറ്റീസ് ലൈക്ക് ഡാൻസിങ് ഓർ സ്പോർട്സിനെ പ്രൊമോട്ട് ചെയ്യുക. മൂന്നാമത്തത് ഓപ്പറേറ്റിംഗ് ടൂൾസ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റ്സ് എഫിഷ്യൻ്റ്ലി, അതായത് ഈ ടൂൾസും ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ എഫിഷ്യൻ്റ് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് പഠിക്കുക. പിന്നെ കറക്റ്റ് ബോഡി പോസ്ചർ ആൻഡ് കോർഡിനേഷൻ. ഇത്രയുമാണ് സൈക്കോമോട്ടർ ഡൊമൈനിൽ വന്നിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ 2024 സൈക്കോമോട്ടർ ഡൊമൈൻ ചോദിച്ചതുകൊണ്ട് ചിലപ്പോൾ ഇനി ഈ വരുന്നതിൽ ഇതിലേത് വേണേലും ചോദിക്കാം. 3 ഡൊമൈൻസ് ആണുള്ളത്: കൊഗ്നിറ്റീവ്, അഫക്റ്റീവ്, സൈക്കോമോട്ടർ. അപ്പോൾ ലേണിംഗ് എന്ന് പറയുന്നത് 3 ഡൊമൈൻസിലായിട്ടാണ് നമ്മൾ, ആ 3 ഡൊമൈൻസ് ആണ് നമ്മൾ നോക്കുന്നത്. അതിൻ്റെ ഒബ്ജക്റ്റീവ്സും എന്താണെന്നുള്ള ബേസിക് ആയിട്ടൊന്ന് നോക്കി പോവാണ്. ഇറ്റ് ഈസ് നോട്ട് റിലേറ്റഡ് ടു ദ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ലേണിംഗ് എന്ന് പറയുന്ന 3 ഡൊമൈൻസ് ആണ് ഉള്ളത്. ദാറ്റ് റെപ്രസെൻറ്റ് ഡിഫറെൻറ്റ് ആസ്പെക്ട്സ് ഓഫ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ്. ഏതൊക്കെയാണത്? കൊഗ്നിറ്റീവ്, അഫക്റ്റീവ് ആൻഡ് സൈക്കോമോട്ടർ. ഈ 3 ഡൊമൈൻസും ആദ്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് എഡ്യൂക്കേഷണൽ സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ബെഞ്ചമിൻ ബ്ലൂം ആൻഡ് ഹിസ് ടീമാണ്. അപ്പോൾ ആദ്യം എന്താണ് കൊഗ്നിറ്റീവ് ഡൊമൈൻ? ഇപ്പോൾ കൊഗ്നിറ്റീവ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം മനസ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് അല്ലേ. ഇവിടെ വരുന്നത് ഇൻ്റലക്ച്വൽ എബിലിറ്റീസ് ആണ്. ഹൗ വി തിങ്ക്, നമ്മൾ എങ്ങനെയാണ് ചിന്തിക്കുന്നത്, അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത്, റിമെമ്പർ ചെയ്യുന്നത്, തന്നെ ഹൗ വി അപ്ലൈ നോളജ് ഒക്കെയാണ് ഇവിടെ നോക്കുന്നത്.
ഇനി ചിലപ്പോൾ ഈ പ്രാവശ്യത്തെ ക്വസ്റ്റ്യനിൽ വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് കോഗ്നിറ്റീവ് ഡൊമൈൻ, അത് എന്ത് പഠിക്കുകയാണെങ്കിലും ഒരു 4 എണ്ണം മിനിമം പഠിച്ചു വെക്കുക. ഈ ഒബ്ജക്റ്റീവ്സ് പോലെയുള്ള കാര്യങ്ങൾ 4 എണ്ണം, എക്സാമ്പിൾസ് 2 എണ്ണം പഠിച്ചു വെക്കണം. കാരണം 2 എക്സാമ്പിൾസ് ചോദിക്കുന്നുണ്ട്, 4 ഒബ്ജക്റ്റീവ്സ്, 4 അഡ്വാൻറ്റേജസ്, അങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഇനി കീ ഒബ്ജക്റ്റീവ്സിൽ ആദ്യം വരുന്നത് നോളേജ്, അതായത് റീകോൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ ഫാക്ട്സ് ആൻഡ് ഇൻഫർമേഷൻ. പിന്നെ വരുന്നത് കോംപ്രിഹെൻഷൻ, ഐഡിയാസ് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ. അപ്ലിക്കേഷൻ, യൂസിങ് നോളജ് ഇൻ റിയൽ സിറ്റുവേഷൻസ്. അനാലിസിസ്, ബ്രേക്കിംഗ് ഇൻഫർമേഷൻ ഇൻ ടു പാർട്സ്. സിന്തസിസ് എന്ന് പറഞ്ഞാൽ ക്രിയേഷൻ. ഇവിടെ എന്താന്ന് പറഞ്ഞാൽ പുതിയ ഇൻഫർമേഷനെയും പഴയ ഇൻഫർമേഷനെയും കൂടെ കൂട്ടിച്ചേർക്കുന്നതാണ് സിന്തസിസ്. പിന്നീട് വരുന്നത് ഇവാലുവേഷൻ, മേക്കിംഗ് ജഡ്ജ്മെന്റ്സ് ബേസ്ഡ് ഓൺ ക്രൈറ്റീരിയ. അപ്പോൾ ഇത്രയുമാണ് കോഗ്നിറ്റീവ് ഡൊമൈൻ്റെ കീ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് വരുന്നത്. നോളേജ്, കോംപ്രിഹെൻഷൻ, അപ്ലിക്കേഷൻ, അനാലിസിസ്, സിന്തസിസ് ഓർ ക്രിയേഷൻ ആൻഡ് ഇവാലുവേഷൻ. ഇതിന് എക്സാമ്പിൾസ് ആണ് മാത്ത് പ്രോബ്ലം സോൾവ് ചെയ്യുക, ഒരു സയൻറ്റിഫിക് കോൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുക, പിന്നെ 2 ഹിസ്റ്റോറിക്കൽ ഇവൻസിനെ കമ്പയർ ചെയ്യുക. ഇതൊക്കെ കോഗ്നിറ്റീവ് ഡൊമൈൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഇനി അടുത്തത് അഫക്റ്റീവ് ഡൊമൈൻ. അഫക്റ്റീവ് ഡൊമൈൻ എന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് റിലേറ്റഡ് ടു ഫീലിംഗ്സ്, ആറ്റിറ്റ്യൂഡ്സ്, ഇമോഷൻസ്, വാല്യൂസ് ആൻഡ് ഹൗ ലേണേഴ്സ് റെസ്പോണ്ട് ടു ദം. ദ ഫീലിംഗ്സ്, ആറ്റിറ്റ്യൂഡ്സ്, ഇമോഷൻസ്, വാല്യൂസ്, ഇതിനോട് എങ്ങനെയാണ് ലേണേഴ്സ് റെസ്പോണ്ട് ചെയ്യുന്നത്. ഇപ്പോൾ കീ ഒബ്ജക്റ്റീവ്സിൽ വരുന്നത് റിസീവിങ്. റിസീവിങ് എന്ന് പറഞ്ഞാൽ വില്ലിങ്നെസ് ടു ലിസൺ ഓ ബി അവെയർ. അടുത്തത് റെസ്പോണ്ടിങ്, അവിടെ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. പിന്നീട് വാല്യൂവിങ്, ദാറ്റ് ഈസ് ഷോയിങ് കമ്മിറ്റ്മെൻറ്റ് ടു വാല്യൂസ്. ഓർഗനൈസിങ്, ഇൻറ്റഗ്രേറ്റിംഗ് ഡിഫറെൻറ്റ് വാല്യൂസ് ഇൻ ടു വൺസ് ബിലീവ് സിസ്റ്റം. അതായത് പലതരത്തിലുള്ള വാല്യൂസ് ഉണ്ടാവാം, അതിനെയൊക്കെ ഒരാളുടെ ബിലീവ് സിസ്റ്റത്തിലേക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ റിസീവിങ്, റെസ്പോണ്ടിങ്, വാല്യൂയിങ് ആൻഡ് ഓർഗനൈസിങ് ആണ് കീ ഒബ്ജക്റ്റീവ്സ് ഓഫ് അഫക്റ്റീവ് ഡൊമൈൻ വരുന്നത്. അടുത്തത് ക്യാരക്ടറൈസിങ് കൂടിയുണ്ട്, ആക്ടിങ് കൺസിസ്റ്റൻ്റ്ലി വിത്ത് എ വാല്യൂ സിസ്റ്റം. ഇതിൻ്റെ എക്സാമ്പിൾസ് വരുന്നത് റെസ്പെക്റ്റിംഗ്, മറ്റുള്ളവരുടെ ഒപ്പീനിയൻസിനെ റെസ്പെക്റ്റ് ചെയ്യുക, ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റിയിൽ എമ്പതി കാണിക്കുക, വോളണ്ടിയറിങ് ഫോർ എ കമ്മ്യൂണിറ്റി സർവീസ് ഒക്കെ അഫക്റ്റീവ് ഡൊമൈൻ്റെ ഭാഗമാണ്. അടുത്തത് സൈക്കോമോട്ടർ ഡൊമൈൻ. ഇതിപ്പോൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. ഇവിടെ വരുന്നത് ഫിസിക്കൽ മൂവ്മെൻറ്റ്, ബോഡി കോർഡിനേഷൻ, മോട്ടോർ സ്കിൽ ഡെവലപ്മെൻറ്റ്, അതുപോലെ തന്നെ ഹാൻഡ്സ് ആൻഡ് ബോഡി ബേസിട്ടുള്ള ടാസ്കുകൾ പെർഫോം ചെയ്യുക. ഇതൊക്കെയാണ് സൈക്കോമോട്ടർ ഡൊമൈനിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തേത് ഒബ്ജക്റ്റീവ്സിൽ ഏത് വേണമെങ്കിലും എഴുതാം. ഇമിറ്റേഷൻ, ഒരു ഡെമോൺസ്ട്രേറ്റഡ് സ്കിൽ, ഇപ്പോൾ ഒരു ഡാൻസ് സ്റ്റെപ്പ് ആയിരിക്കാം, അതിന് ഇമിറ്റേറ്റ് ചെയ്യുക. മാനിപ്പുലേഷൻ, ഒരു പെർഫോമിങ് എ സ്കിൽ വിത്ത് ഗൈഡൻസ്. പ്രിസിഷൻ, പെർഫോമിങ് എ സ്കിൽ അക്യുറേറ്റ്ലി ആൻഡ് ഇൻഡിപെൻഡൻ്റ്ലി, ഫോർ എക്സാമ്പിൾ ടൈപ്പിംഗ്. ആർട്ടിക്കുലേഷൻ, ഫോർ എക്സാമ്പിൾ മൾട്ടിപ്പിൾ സ്കിൽസ് കമ്പൈൻ ചെയ്യുക, പ്ലേയിങ് എ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്. നാച്ചുറലൈസേഷൻ, മാസ്റ്ററിങ് എ സ്കിൽ ആൻഡ് പെർഫോമിങ് ഇറ്റ് ഓട്ടോമാറ്റിക്കലി, ലൈക്ക് റൈഡിങ് എ ബൈസിക്കിൾ. ഇപ്പോൾ ഡ്രോയിങ് എ ഡയഗ്രാം, പെർഫോമിങ് എ ലാബ് എക്സ്പെരിമെൻറ്റ്, പ്ലേയിങ് ഓർ സ്പോർട്ട് ഓർ ഇൻസ്ട്രുമെൻറ്റ്, ഓപ്പറേറ്റിംഗ് എ മെഷീൻ ഒക്കെ ഇതിൻ്റെ എക്സാമ്പിൾസ് ആണ്. അപ്പോൾ ഈ 3 ഡൊമൈൻസും, കോഗ്നിറ്റീവ് എന്ന് പറയുന്നത് ഈസ് റിലേറ്റഡ് ടു അവർ ഹാർട്ട്, അഫക്റ്റീവ് ഈസ് റിലേറ്റഡ് ടു അവർ ഹാർട്ട്, സൈക്കോമോട്ടർ ഈസ് റിലേറ്റഡ് ടു അവർ ഹാൻഡ്. സോ ദേ ആർ വെരി എസെൻഷ്യൽ ഫോർ എ ബാലൻസ്ഡ് ആൻഡ് ഹോളിസ്റ്റിക് ലേണിംഗ് എക്സ്പീരിയൻസ്. എല്ലാ ഡൊമൈനും അവരുടേതായ സ്പെസിഫിക് ആയിട്ടുള്ള ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് ഉണ്ട് ആൻഡ് അത് ടീച്ചേഴ്സിനെ ഗൈഡ് ചെയ്യുന്നുണ്ട് ഫോർ പ്ലാനിങ് മീനിങ്ഫുൾ ഇൻസ്ട്രക്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫറൻഷിയേറ്റ് അസസ്മെൻറ്റ് ആൻഡ് ഇവാലുവേഷൻ. അസസ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? ദ പ്രോസസ് ഓഫ് കളക്ടിങ് ഇൻഫർമേഷൻ അബൌട്ട് സ്റ്റുഡൻറ്റ് ലേണിംഗ് ആണ്. ഇത് ഫീഡ്ബാക്കും ഇമ്പ്രൂവ്മെൻറ്റിലൂടെയൊക്കെ ആയിരിക്കും നമ്മൾ അസസ്മെൻറ്റ് ചെയ്യുന്നത്. ഇവാലുവേഷൻ എന്ന് പറയുന്നത് കുറച്ചും കൂടെ ബ്രോഡർ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഇതിൽ അസസ്മെൻ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഇതിൽ മെഷർമെൻറ്റും ഉണ്ട്. അപ്പോൾ ഇതിൽ പ്ലസ് വാല്യൂ ജഡ്ജ്മെൻറ്റും കൂടെയാണ് ഇതിൽ വരുന്നത്. അപ്പോൾ അസസ്മെൻറ്റ് എന്ന് പറയുന്നത് ഓൺഗോയിങ് ആണ്. ഫോർമേറ്റീവ് ആണെങ്കിൽ, ഫോർമേറ്റീവ് എന്ന് പറഞ്ഞാൽ ഇൻസ്ട്രക്ഷൻ്റെ ഒപ്പം തന്നെ ചെയ്യുന്നതാണെങ്കിൽ, ഇവാലുവേഷൻ എന്ന് പറയുന്നത് സമ്മേറ്റീവ് ആൻഡ് ഫൈനലാണ്. എൻഡ് ഓഫ് ദി ഇൻസ്ട്രക്ഷൻ ആയിരിക്കും ഇവാലുവേഷൻ ചെയ്യുന്നത്. രണ്ടും എസെൻഷ്യൽ ആണ്. പിന്നെ ഇതിൽ ഏതിലാണ് കൂടുതൽ പ്രിഫറൻസ് നമ്മൾ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ അസസ്മെൻ്റ് ആണ്. കാരണം അസസ്മെൻറ്റിലും ജഡ്ജ്മെൻറ്റും വരുന്നുണ്ട്, അപ്രൈസൽ വരുന്നുണ്ട്, ഇവാലുവേഷൻ വരുന്നുണ്ട്, എല്ലാം വരുന്ന ഒന്നാണ് അസസ്മെൻറ്റ്. ഇനി വാട്ട് ഈസ് പെർഫോമൻസ് അസസ്മെൻറ്റ്? ആ വാക്കിൽ തന്നെ ഉണ്ട് എന്താണെന്നുള്ളത്. അതായത് പെർഫോമൻസ്, ആ പെർഫോമൻസ് എന്ന് ഉദ്ദേശിക്കുന്ന ഇവിടെ റിയൽ ലൈഫ് ടാസ്ക് ഓർ ആക്ടിവിറ്റീസ് ആണ്. ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് അസൈൻമെൻറ്റ്സ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്, ലൈക്ക് പ്രോജക്ട്സ്, പ്രസൻറ്റേഷൻ, എക്സ്പെരിമെൻറ്റ്സ് ഓർ റോൾ പ്ലേസ് ഒക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് പെർഫോമൻസിൽ. ഇനി ഫോക്കസ് ചെയ്യുന്നത് എന്താണ്? അപ്ലിക്കേഷൻ ഓഫ് നോളേജ് ഓർ സ്കിൽസ്. പഠിച്ചിട്ടുള്ള ലേണിംഗ് അല്ല, അതെങ്ങനെ അപ്ലൈ ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ നോക്കുന്നത്. ക്രിട്ടിക്കൽ തിങ്കിങ് ആൻഡ് ക്രിയേറ്റിവിറ്റിയെ ഇത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇറ്റ് ഈസ് ഓഫൺ മോർ കോംപ്രിഹെൻസീവ്, അതായത് ഇതിന് കുറച്ചും കൂടി ഫുൾ കവറേജ് കിട്ടും റാദർ ദാൻ ദി ട്രഡീഷണൽ ടെസ്റ്റിംഗ് എന്ന് പറയുന്നുണ്ട്. വാട്ട് ഈസ് കോറിലേഷൻ ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ്? കോറിലേഷൻ എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷറാണ്. ഇത് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ടു ഡിസ്ക്രൈബ് ദ സ്ട്രെങ്ത് ആൻഡ് ഡയറക്ഷൻ ഓഫ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 വേരിയബിൾസ്. 2 വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അതിൻ്റെ സ്ട്രെങ്ത്തും ഡയറക്ഷനും പറയാനായിട്ടാണ്. ഇതിൽ 3 ടൈപ്പ് ഉണ്ട്, പോസിറ്റീവ്, നെഗറ്റീവ് ആൻഡ് സീറോ. അപ്പോൾ പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 2 വേരിയബിൾസ് ഉണ്ടെങ്കിൽ അവർ രണ്ടുപേരും ഒരേപോലെ ദേ ഇൻക്രീസ് ടുഗെദർ. ഈ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഒരാൾ ഇൻക്രീസ് ചെയ്യുമ്പോൾ മറ്റേ ആൾ ഡിക്രീസ് ചെയ്യും. അപ്പോൾ ഇത് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ,
ട്രെൻഡ്സ് പ്രെഡിക്റ്റ് ചെയ്യാൻ, റിലേഷൻഷിപ്സ് അനലൈസ് ചെയ്യാനൊക്കെയാണ് കോറിലേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി സീറോ കോറിലേഷൻ എന്ന് പറഞ്ഞാൽ there is no linear relationship between two variables. That means ഇപ്പോൾ ഒരു വേരിയബിളിന് ചേഞ്ച് ഉണ്ടെങ്കിലും മറ്റേ ആളെ എന്ത് ചെയ്യുന്നില്ല, അത് ബാധിക്കുന്നില്ല. അപ്പോൾ സീറോയിലുള്ള കോറിലേഷൻ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് ഈസ് എക്സാക്ട്ലി സീറോ എന്നാണ് പറയുന്നത്. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻസ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് നമ്മുടെ ലാസ്റ്റ് യൂണിറ്റിൽ വരുന്നതാണ്. അപ്പോൾ ഇത് പഠിക്കാൻ, ഈ ഒരു ടേംസ് പഠിക്കാൻ വേണ്ടി ഞാനൊരു കോഡ് വേർഡ് ഉണ്ടാക്കിയിട്ടുണ്ട്, ശ്രദ്ധിക്കണം. ഹിസ്റ്റോഗ്രാം എന്ന ബാറിൽ ഞാൻ ലൈനിൻ്റെ ഒപ്പം പൈ കഴിക്കാൻ വേണ്ടി ഫ്രീക്വൻ്റ് ആയിട്ട് പോകുമായിരുന്നു എന്നുള്ളതാണ് ആ കോഡ് വേർഡ്. അപ്പോൾ എന്താണ് ഹിസ്റ്റോഗ്രാം, ബാർ ഗ്രാഫ്, ലൈൻ ഗ്രാഫ്, പൈ ചാർട്ട്, ഫ്രീക്വൻസി, പോളിഗൺ, ഇത്രയുമാണ് വരുന്നത്. അപ്പോൾ ഈ ടൂൾസ് നമ്മൾ ഒരു ഡാറ്റയെ വിഷ്വലി റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചും കൂടി ഇൻ്റർപ്രറ്റ് ചെയ്യാനും കമ്പയർ ചെയ്യാനും, വാല്യൂസ് കമ്പയർ ചെയ്യാനും ഇൻ്റർപ്രറ്റ് ചെയ്യാനും എളുപ്പമായിരിക്കും. ഇനി വാട്ട് ഈസ് റെമഡിയൽ ടീച്ചിങ്? റെമഡിയൽ ടീച്ചിങ് എന്ന് പറയുന്നത് ഒരു സപ്പോർട്ട് സിസ്റ്റമാണ്. ഇത് നമ്മൾ എന്തിനാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്? സ്റ്റുഡൻസ് ഹു ലാഗ് ബിഹൈൻഡ്, അല്ലെങ്കിൽ നമുക്ക് ലോ അച്ചീവേഴ്സ് എന്നും പറയാം. അപ്പോൾ ലാഗ് ബിഹൈൻഡ് എന്ന് പറഞ്ഞാൽ ഈ അക്കാദമിക് പെർഫോമൻസിൽ ഹൈ അച്ചീവേഴ്സ് അല്ല, അവർ ലോ അച്ചീവേഴ്സ് ആണ്. അപ്പോൾ അവരുടെ സ്പെസിഫിക് ആയിട്ടുള്ള ലേണിംഗ് ഡിഫിക്കൽട്ടീസ് എന്താണ്, അതിനെ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം, അതായത് അവരുടെ ബേസിക് സ്കിൽസിനെ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ളതാണ് നോക്കുന്നത്. ഇപ്പോൾ റെമഡിയൽ ടീച്ചിങ് ഇൻഡിവിജ്വലായിട്ട് 1-on-1 ആയിട്ടും ചെയ്യാം, അല്ലെങ്കിൽ ഒരു സ്മോൾ ഗ്രൂപ്പായിട്ടും ചെയ്യാം. അപ്പോൾ ഈ ഫോക്കസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇവർക്ക് ലേണിംഗ് ഗ്യാപ്സ് ഉണ്ടാവും, അതിനെ കറക്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുക. ഇത് ഫ്ലെക്സിബിൾ ആണ്, ലേണറിൻ്റെ നീഡ് അനുസരിച്ചിട്ടായിരിക്കാം നമ്മളിത് പ്ലാൻ ചെയ്യുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 4 മാർക്സിൻ്റെ ആണ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ബ്ലൂംസ് ടാക്സോണമി ഓഫ് എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സിൻ്റെ റിവൈസ്ഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമി അപ്ഡേറ്റ് ചെയ്യുന്നത് ആൻഡേഴ്സൺ ആൻഡ് ക്രാത്ത്വോൾ ആണ് ഇൻ 2001. അപ്പോൾ ഇവരെന്താണ് ചെയ്തതെന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷൻ ഗോൾസിനെ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മോഡേൺ ഫ്രെയിം വർക്ക് കൊടുക്കുകയാണ് ചെയ്തത്. ഇതിന് 2 ഡയമെൻഷൻസ് ആണുള്ളത്. ഒന്ന് കൊഗ്നിറ്റീവ് പ്രോസസ് ഡയമെൻഷനും അടുത്തത് നോളേജ് ഡയമെൻഷനും. ഇപ്പോൾ കൊഗ്നിറ്റീവ് പ്രോസസ്സിൽ 6 ലെവൽസ് ആണുള്ളത്. റിമെമ്പർ, അണ്ടർസ്റ്റാൻഡ്, അപ്ലൈ, അനലൈസ്, ഇവാലുവേറ്റ് ആൻഡ് ക്രിയേറ്റ്. ഈ ഓർഡർ പ്രൊമോട്ട് ചെയ്യുന്നത് ഹയർ ഓർഡർ തിങ്കിങ്ങിനെയാണ്. അപ്പോൾ ക്രിയേറ്റ് എന്നുള്ളത് മുൻപത്തെ ബ്ലൂംസ് ടാക്സോണമിയിൽ ഉണ്ടായിരുന്ന സിന്തസൈസ്, ദാറ്റ് മീൻസ് കമ്പൈൻ, അതിനെ റിപ്ലേസ് ചെയ്തുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്നത് ക്രിയേറ്റ് എന്നുള്ള വേർഡാണ്. ഓക്കെ, പിന്നെ അടുത്ത ഡൊമൈനാണ് നോളേജ് ഡയമെൻഷൻ എന്ന് പറയുന്നത്. ഇതിൽ 4 ടൈപ്സ് ആണുള്ളത്: ഫാക്ച്വൽ, കോൺസെപ്ച്വൽ, പ്രൊസീജറൽ ആൻഡ് മെറ്റാകോഗ്നിറ്റീവ് നോളജ്. ഇപ്പോൾ ഈ റിവിഷൻ എന്ന് പറയുന്നത് ആക്ഷൻ വെർബ്സിനെ യൂസ് ചെയ്യുന്നുണ്ട് ടു ഡിസ്ക്രൈബ് ലേണിംഗ് ഔട്ട്കംസ്. അപ്പോൾ ഇതിനെ കൂടുതൽ പ്രാക്ടിക്കൽ ആക്കുന്നു ഫോർ കരിക്കുലം പ്ലാനിങ്, ഇൻസ്ട്രക്ഷൻ ആൻഡ് അസസ്മെൻറ്റ്. ഇപ്പോൾ ടീച്ചേഴ്സ് ഈ ടാക്സോണമി ഉപയോഗിച്ച് ക്ലിയർ ആയിട്ട് ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യുക, ആക്ടിവിറ്റീസ് ഡിസൈൻ ചെയ്യുക, അതുപോലെ തന്നെ ലോവർ കൊഗ്നിറ്റീവ് സ്കിൽസിൽ നിന്നും കുട്ടികളെ ഹയർ കൊഗ്നിറ്റീവ് സ്കിൽസിലേക്ക് ലീഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമി കണ്ടു അല്ലേ? പിന്നെ എന്താണ് ബ്ലൂംസ് ടാക്സോണമി ആൻഡ് റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമി എന്നുള്ളത് ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് ഇവിടെ പറയുന്നത്. അപ്പോൾ ബ്ലൂംസ് ടാക്സോണമി 1956 ഇപ്പോൾ നേരത്തെ നമ്മൾ കണ്ട എഡ്യൂക്കേഷണൽ സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ബെഞ്ചമിൻ ബ്ലൂമാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിവിടെ ഒരു ഹയറാർക്കിയൽ മോഡലാണ്. ഇവിടെ എന്താണെന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷണലിൻ്റെ ലേണിംഗ് ഒബ്ജക്റ്റീവ്സിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ഇൻടു ലെവൽസ് ഓഫ് കൊഗ്നിറ്റീവ് കോംപ്ലക്സിറ്റി. ഇതെന്ന് പറയുന്നത് ഒരു ഫൗണ്ടേഷണൽ ടൂൾ ഫോർ കരിക്കുലം ഡെവലപ്മെൻ്റ് ആണ്, ഇൻസ്ട്രക്ഷൻ ആൻഡ് അസസ്മെൻ്റ് ആണ്. ടാക്സോണമി ഇവിടെ 6 ലെവൽസിലായിട്ട് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് കാണാം. ലോ ഓർഡർ തിങ്കിങ്ങിൽ നിന്നും ഹൈ ഓർഡർ തിങ്കിങ് സ്കിൽസ് ഇൻ കൊഗ്നിറ്റീവ് ഡൊമൈനിലാണ് ഇത് വരുന്നത്. ഇതിൽ ഏർലിയർ ടാക്സോണമിയിൽ അല്ലെങ്കിൽ ബ്ലൂംസ് ടാക്സോണമിയിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് നോളേജ്, കോംപ്രിഹെൻഷൻ, അപ്ലിക്കേഷൻ, അനാലിസിസ്, സിന്തസിസ് ആൻഡ് ഇവാലുവേഷൻ. അപ്പോൾ നോളേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ എബിലിറ്റി ടു റീകോൾ ഫാക്ട്സ്, കോൺസെപ്റ്റ്സ് ആൻഡ് ബേസിക് ഇൻഫർമേഷൻ. അതായത് നമുക്ക് ഫാക്ട്സ്, കോൺസെപ്റ്റ്സ്, ബേസിക് ഇൻഫർമേഷനൊക്കെ തിരിച്ചു വിളിക്കാനുള്ള എബിലിറ്റി. ഇപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യുമ്പോൾ ലിസ്റ്റ് വേരിയസ് മെത്തേഡ്സ് അല്ലെങ്കിൽ വേരിയസ് അസസ്മെൻറ്റ്സ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ലിസ്റ്റ് ചെയ്യുക, ഡിഫൈൻ ചെയ്യുക, ഐഡൻറ്റിഫൈ. കോംപ്രിഹെൻഷനിൽ വരുന്നത് അണ്ടർസ്റ്റാൻഡിങ് ദ മീനിങ് ഓഫ് ഇൻഫർമേഷൻ. ഇവിടെ വരുന്ന കീവേഡ്സ് എക്സ്പ്ലെയിൻ, സമ്മറൈസ്, ഡിസ്ക്രൈബ്. ഇനി അപ്ലിക്കേഷൻ, ഇവിടെ എന്താണെന്ന് പറഞ്ഞാൽ ലേൺഡ് മെറ്റീരിയൽ ന്യൂ ആൻഡ് കോൺക്രീറ്റ് സിറ്റുവേഷൻസിൽ യൂസ് ചെയ്യുക. കീവേഡ്സ് വരുന്നത് സോൾവ്, യൂസ്, ഡെമോൺസ്ട്രേറ്റ്. അനാലിസിസിൽ വരുന്നത് ബ്രേക്കിംഗ് ദ മെറ്റീരിയൽ ഇൻ ടു പാർട്സ് ടു എക്സ്പ്ലോർ റിലേഷൻഷിപ്പ്. ഇവിടെ കമ്പയർ ചെയ്യുക, കോൺട്രാസ്റ്റ് ചെയ്യുക, ഡിഫറൻഷിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് കീവേഡ്സ്. സിന്തസിസ് എന്ന് പറഞ്ഞാൽ കൂട്ടിച്ചേർക്കുക. അപ്പോൾ കമ്പൈനിങ് പാർട്സ് ടു ഫോം എ ന്യൂ ഹോൾ ഓർ പ്രപ്പോസ് സൊല്യൂഷൻസ്. ക്രിയേറ്റ്, ഡിസൈൻ, കമ്പോസ് ഒക്കെയാണ് വരിക. ഇനി ഇവാലുവേഷൻ എന്ന് പറയുന്നത് മേക്കിംഗ് ജഡ്ജ്മെൻറ്റ്സ് ബേസ്ഡ് ഓൺ ക്രൈറ്റീരിയ ആൻഡ് സ്റ്റാൻഡേർഡ്സ്. ഇവിടെ അസസ്, ക്രിറ്റിക്, ജസ്റ്റിഫൈ എന്നുള്ളതാണ് വരിക. ഇനി നമ്മൾ കണ്ടു ബ്ലൂംസ് ടാക്സോണമി 1956 ഇനി റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമി 2001 ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് നേരത്തെ പറഞ്ഞ പോലെ ആൻഡേഴ്സൺ ആൻഡ് ക്രാത്ത്വോൾ ആണ്. ഇവിടെ എന്താണെന്ന് പറഞ്ഞാൽ ഈ ഒറിജിനൽ വേർഷനെ ഒന്ന് മോഡേണൈസ് ചെയ്യാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ
കാറ്റഗറി നെയിംസിനെയൊക്കെ ആക്ഷൻ വെബ്സ് ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. റീ ഓർഡറിങ് ദ ഹയസ്റ്റ് ലെവൽസ്. ഇവിടെ 2 ഡയമെൻഷണൽ ഫ്രെയിം വർക്കാണുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ കൊഗ്നിറ്റീവ് പ്രോസസ്സും നോളജ് ഡയമെൻഷനും. അപ്പോൾ കൊഗ്നിറ്റീവ് പ്രോസസ് ഡയമെൻഷനിൽ വരുന്നതാണ് RUAAEC, റിമെമ്പറിങ്, അണ്ടർസ്റ്റാൻഡിങ്, അപ്ലൈയിങ്, അനലൈസിങ്, ഇവാലുവേറ്റിംഗ് ആൻഡ് ക്രിയേറ്റിംഗ്. നോളജ് ഡയമെൻഷനിൽ ഫാക്ച്വൽ നോളജിൽ വരുന്ന ബേസിക് എലമെന്റ്സ് ആൻഡ് ടെർമിനോളജീസ്, ടേംസ് ഒക്കെ. കോൺസെപ്ച്വൽ നോളജിൽ എന്താണ് വരുന്നത്? ഇന്റർ റിലേഷൻഷിപ്സ് ആൻഡ് തിയറീസ്. പ്രൊസീജറൽ നോളജിൽ ടെക്നിക്സ് ആൻഡ് മെത്തേഡ്സ്. മെറ്റാ കോഗ്നിറ്റീവ് എന്ന് പറഞ്ഞാൽ ആൻ അവയർനെസ് ഓഫ് വൺസ് ഓൺ കോഗ്നിഷൻ, നമ്മുടെ സ്വന്തം അറിവിനെ മനസ്സിലാക്കുന്നതാണ്. ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാണെന്നുള്ളതിൻ്റെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഇനി വാട്ട് ഡു യു മീൻ ബൈ പ്രൊജക്റ്റീവ് ടെക്നിക്സ്? ഡിസ്കസ് എനി 2 പ്രൊജക്റ്റീവ് ടെക്നിക്സ് യൂസ്ഡ് ബൈ ഇവാലുവേറ്റേഴ്സ്. അപ്പോൾ പ്രൊജക്റ്റീവ് ടെക്നിക്സ് എന്ന് പറയുന്നത് സൈക്കോളജിക്കൽ അസസ്മെൻറ്റ് മെത്തേഡ്സ് ആണ്. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇസ് ടു എക്സ്പ്ലോർ ആൻഡ് ഇൻഡിവിജ്വൽസ് അൺകോൺഷ്യസ് ഫീലിങ്സ്, ഡിസയേഴ്സ് ആൻഡ് തോട്ട്സ്. അതായത് ഒരാളുടെ അൺകോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്ന ഫീലിങ്സ്, ഡിസയേഴ്സ്, തോട്ട്സ് ഇതിനെയൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രൊജക്റ്റീവ് ടെക്നിക്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ടെക്നിക്സിൽ എന്താണെന്ന് പറഞ്ഞാൽ ആംബിഗസ് ആയിട്ടുള്ള ഒരു സ്റ്റിമുലി കൊടുക്കും. ചിലപ്പോൾ പിക്ചേഴ്സ് ആയിരിക്കാം, വേർഡ്സ് ആയിരിക്കാം. അതിനോട് ഇൻഡിവിജ്വൽ ഫ്രീ ആയിട്ട് റെസ്പോണ്ട് ചെയ്യാണ്. ഈ റെസ്പോൺസിനെ പിന്നീട് അതിനെ അനലൈസ് ചെയ്ത് ഇൻ്റർപ്രറ്റ് ചെയ്ത് എന്തെങ്കിലും ഹിഡൻ ആസ്പെക്ട്സ് ഓഫ് ദി പേഴ്സണാലിറ്റി ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യുകയാണ് ചെയ്യുന്നത്? പുറത്ത് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഇതിൽ 2 എണ്ണമാണ് പറയാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് റോഷാക്ക് ഇങ്ബോൾ ടെസ്റ്റ് ആണ്. ഇതിൻ്റെ പേര് ഓർക്കാൻ എളുപ്പമാണ്, കാരണം റോഷാക്ക് എന്ന് പറഞ്ഞിട്ട് മമ്മൂട്ടിയുടെ ഒരു സിനിമ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഓർക്കുക, റോഷാക്ക് ഇങ്ബോൾ ടെസ്റ്റ്. ഇവിടെ എന്താണെന്ന് പറഞ്ഞാൽ ഒരു 10 ഇങ്ക്ബ്ലോട്ട് ആയിട്ടുള്ള ഇമേജസ് കാണിച്ചു കൊടുക്കും. അത് പ്രിൻ്റഡ് ആയിട്ടുള്ള, ഇങ്ങനെ പ്രത്യേകിച്ച് യാതൊരുവിധ അർത്ഥമില്ലാത്ത, ടു ദ സബ്ജക്റ്റ് മീൻസ് ആരാണോ നമ്മൾ അസസ് ചെയ്യുന്നത് അവർക്ക് കാണിച്ചു കൊടുക്കും. എന്നിട്ട് അവരോട് ചോദിക്കും വാട്ട് ദേ സീ. അപ്പോൾ അവരുടെ റെസ്പോൺസിൽ നിന്നും അവരുടെ ഇമോഷണൽ ഫങ്ഷനിങ് എന്താണ്, തോട്ട് പ്രോസസ്സ് എന്താണെന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇതാണ് ആ 10 ഇൻവോൾവ് ഇമേജസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഇമേജസ് ആണ്. ഇനി അടുത്തതാണ് തീമാറ്റിക് പെർസെപ്ഷൻ ടെസ്റ്റ് അഥവാ ടാറ്റ്. ഇവിടെ എന്താണെന്ന് പറഞ്ഞാൽ ആംബിഗസ് ആയിട്ടുള്ള സോഷ്യൽ സിറ്റുവേഷൻസിൻ്റെ, ആംബിഗസ് മീൻസ് കൺഫ്യൂസിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ക്ലിയർ അല്ലാത്ത ചില സോഷ്യൽ സിറ്റുവേഷൻസിൻ്റെ പിക്ചേഴ്സ് കാണിച്ചു കൊടുക്കും. എന്നിട്ട് പറയും ഒരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ തീമാറ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്? തീം എന്നുള്ളതായിട്ട് ഓർക്കുക. അപ്പോൾ ഇവിടെ എന്തെങ്കിലും ഇപ്പോൾ അവർ ആ സ്റ്റോറി ക്രിയേറ്റ് ചെയ്യുന്നതിൽ നിന്നും അവരുടെ എന്തെങ്കിലും മോട്ടിവേഷൻ, കോൺഫ്ലിക്റ്റ്, പേഴ്സണാലിറ്റി ട്രേറ്റ്സ് ഒക്കെ നമുക്ക് മനസ്സിലാക്കാം. ഈ ടൂൾസ് ഒക്കെ ക്ലിനിക്കൽ സൈക്കോളജിയിലും അതുപോലെ തന്നെ എഡ്യൂക്കേഷണൽ സെറ്റിങ്സിലും നമ്മൾ യൂസ് ചെയ്യാറുണ്ട് ടു ഗെയിൻ ഡീപ്പർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ ലേണേഴ്സ്. ഇനി കുറച്ച് ടെസ്റ്റുകളും കൂടെ ഇവിടെ പറഞ്ഞു പോകുന്നുണ്ട്. ഒന്ന് സെൻറ്റൻസ് കംപ്ലീഷൻ ടെസ്റ്റ്. അതായത് ഇവിടെ സബ്ജക്റ്റിന് ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള സെൻറ്റൻസ് കൊടുക്കും. ഐ ഫീൽ ഹാപ്പി വെൻ, ഇപ്പോൾ അവർ പറയും വെൻ ഐ ഈറ്റ് സംതിങ്, വെൻ ഐ വാച്ച് TV, അങ്ങനെ എന്തെങ്കിലും. ഇപ്പോൾ കുട്ടികളൊക്കെ ആണെങ്കിൽ അങ്ങനെ പറയും, അല്ലെങ്കിൽ കുറച്ച് മുതിർന്ന ആൾക്കാരാണെങ്കിൽ അതനുസരിച്ച് പറയും. അപ്പോൾ അവരുടെ പേഴ്സണൽ ബിലീഫ്സ്, വാല്യൂസ്, ആങ്സൈറ്റീസ്, മോട്ടീവ്സ് ഒക്കെ മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ സെൻറ്റൻസ് ഫുള്ളായി കൊടുക്കില്ല, നമ്മൾ ചില അൺകംപ്ലീറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻകംപ്ലീറ്റഡ് ആയിട്ടുള്ള സെൻറ്റൻസസ് ആണ് കൊടുക്കുക. ഇനി അടുത്തത് വേർഡ് അസോസിയേഷൻ ടെസ്റ്റ്. ഇപ്പോൾ ഇവിടെ എന്താണെന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് റെസ്പോൺസ് വിത്ത് ദ ഫസ്റ്റ് വേർഡ് ദാറ്റ് കംസ് ടു ദ മൈൻഡ് അപ്പോൺ ഹിയറിംഗ് എ സ്റ്റിമുലസ് വേർഡ്. ഇപ്പോൾ അവരോട് പറയണം ലവ്. അപ്പോൾ ലവ് ഈസ് ഇഗ്നറൻസ് എന്നൊരാൾ പറയുകയാണെങ്കിൽ അപ്പോൾ അവരെ ലവിനെ കുറിച്ചുള്ള അവരെ കാഴ്ചപ്പാടാണ് കാണിക്കുന്നത്. അപ്പോൾ ഒരാൾ ലവ് എന്ന് പറയുന്നത് അറിവില്ലായ്മയാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ മേ ബി അവർക്ക് എന്തുണ്ടാവും? അവർക്കൊരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ ആ പേഴ്സണ് എന്താണ് ഒരു പർട്ടിക്കുലർ വേർഡ് കേൾക്കുമ്പോൾ, ഒരു സ്റ്റിമുലസ് വേർഡ് കേൾക്കുമ്പോൾ അവരുടെ റിയാക്ഷൻ എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അവരുടെ ഇമോഷണൽ ഡിസ്റ്റർബൻസസും പേഴ്സണാലിറ്റി ഫീച്ചേഴ്സും ഒക്കെ നമുക്ക് അൺകവർ ചെയ്യാനായിട്ട് പറ്റും. ഇനി ഡ്രോ എ പേഴ്സൺ ടെസ്റ്റ്. ഇവിടെ എന്താണെന്ന് പറഞ്ഞാൽ ഒരു പേഴ്സണെ വരയ്ക്കാനായിട്ട് പറയുകയാണ്. ചിലപ്പം ഫാമിലി ആയിരിക്കാം. അപ്പോൾ ഈ ഡ്രോയിങ്സിനെ ഇൻ്റർപ്രറ്റ് ചെയ്തിട്ട് അവരുടെ സെൽഫ് കോൺസെപ്റ്റ്, ഇമോഷൻസ് ആൻഡ് കോഗ്നിറ്റീവ് ഡെവലപ്മെൻ്റ് ഒക്കെ മനസ്സിലാക്കാം. വേറൊന്ന് പിക്ചർ അറേഞ്ച്മെൻറ്റ് ടെസ്റ്റ്. അതായത് ഒരു സീരീസ് ഓഫ് പിക്ചേഴ്സ് നമ്മൾ കൊടുത്തിട്ട് ഒരു മീനിങ് ഫുൾ സീക്വൻസിൽ അതിനെ അറേഞ്ച് ചെയ്യാനായിട്ട് പറ്റുകയാണ്. അപ്പോൾ അവരുടെ ലോജിക്കൽ തിങ്കിങ്, സീക്വൻസിങ് എബിലിറ്റി, ഇൻ്റർപേഴ്സണൽ അണ്ടർസ്റ്റാൻഡിങ്ങിനൊക്കെ മനസ്സിലാക്കാം. ഇനി എങ്ങനെയാണ് അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് ഡിഫറെൻറ്റ് ഫ്രം എ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്? അപ്പോൾ അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് നമ്മൾ എന്തിനാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ടു അസസ് നോളജ് ആൻഡ് സ്കിൽസ് ദാറ്റ് എ ലേണർ ഹാസ് അക്വയർഡ് ആഫ്റ്റർ എ പീരീഡ് ഓഫ് ഇൻസ്ട്രക്ഷൻ. ഇൻസ്ട്രക്ഷന് ശേഷം ഒരു കുട്ടി, ഇപ്പോൾ നമ്മളൊരു യൂണിറ്റിന് ശേഷമോ അല്ലെങ്കിൽ ഒരു ടേമിന് ശേഷം ഒരു കുട്ടി എത്രത്തോളം നോളജ് ആൻഡ് സ്കിൽസ് അക്വയർ ചെയ്തിട്ടുണ്ടെന്ന് നോക്കാനാണ് അച്ചീവ്മെൻറ്റ് ടെസ്റ്റ്. ഹൗ വെൽ സ്റ്റുഡൻസ് മീറ്റ് ദ ലേണിംഗ് ഒബ്ജക്റ്റീവ്സ്. എത്ര നന്നായിട്ട് അവർ ആ ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് മീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് ഗ്രേഡിംഗ്, പ്രൊമോഷൻ, സർട്ടിഫിക്കേഷനൊക്കെ വേണ്ടിയിട്ടാണ് അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. ഇറ്റ് റിഫ്ലെക്ട്സ് ദ എഫക്റ്റീവ്നെസ് ഓഫ് ടീച്ചിങ് ആൻഡ് ഇറ്റ് ഈസ് യൂഷ്വലി സമ്മേറ്റീവ് ആണ്. അതായത് ഒരു ടേമിൻ്റെ എൻഡിൻ്റെ അവസാനമൊക്കെ ആയിരിക്കാം നടക്കുന്നത്. അപ്പോൾ ഇതിന് എക്സാമ്പിൾ, അച്ചീവ്മെൻറ്റ് ടെസ്റ്റിന് എക്സാമ്പിളാണ് യൂണിറ്റ് ടെസ്റ്റ്, ബോർഡ് എക്സാം അല്ലെങ്കിൽ സെമസ്റ്റർ എൻഡ് ടെസ്റ്റൊക്കെ. ഇനി ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്ന് പറയുന്നത് എന്തെങ്കിലും ലേണിംഗ് ഡിഫിക്കൽട്ടീസോ അല്ലെങ്കിൽ ഡെഫിഷ്യൻസീസോ ഉണ്ടോ ഇൻ ദ സ്റ്റുഡൻസ് അണ്ടർസ്റ്റാൻഡിങ് ബിഫോർ ഓർ ഡ്യൂറിങ്
ഇൻസ്ട്രക്ഷന് മുമ്പും ഡ്യൂറിങ് ദ ഇൻസ്ട്രക്ഷനും ഉണ്ടോ എന്നാണ് നോക്കുന്നത്. ഇനി ഏതൊക്കെ ഏരിയാസിലാണ് സ്റ്റുഡൻറ്റിന് സപ്പോർട്ട് വേണ്ടത്, അതുപോലെ തന്നെ റെമഡിയൽ ടീച്ചിങ് ഒക്കെ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ടും ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ടീച്ചേഴ്സിനെ ഹെൽപ്പ് ചെയ്യും. ഇത് ഫോർമേറ്റീവ് ആണ്, വിച്ച് മീൻസ് ഇറ്റ് ഈസ് കണ്ടക്റ്റഡ് ഡ്യൂറിങ് ആൻഡ് ബിഫോർ ദ ഇൻസ്ട്രക്ഷൻ. പിന്നെ ഇൻഡിവിജ്വൽ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്സിനെയൊക്കെ ഇത് നോക്കുന്നുണ്ട്, റാദർ ദാൻ ദി ഓവറോൾ അച്ചീവ്മെൻറ്റിനെ അല്ല ഇത് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഹൗ മച്ച് ഹാസ് ബീൻ ലേൺ, എത്രത്തോളം പഠിച്ചിട്ടുണ്ട് എന്നതാണ് നോക്കുന്നത്. എങ്കിൽ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്താണ് നോക്കുന്നത്, വാട്ട് നീഡ്സ് ടു ബി ലേൺഡ് ഓർ കറക്റ്റഡ്, എന്താണ് കുട്ടിക്ക് അറിയാവുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് കുട്ടി അറിയേണ്ടത്, എങ്ങനെ അതിനെ കറക്റ്റ് ചെയ്യാമെന്നുള്ളതാണ്. ഇനി എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് ടീച്ചിങ് ഇൻ അസസിങ് സ്റ്റുഡൻസ് വിത്ത് ഡിസബിലിറ്റി. ഇപ്പം നേരത്തെ യൂണിറ്റ് 5 ഡിസ്കസ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു ഇതൊരു 4 മാർക്സ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ടെന്ന്. അതായത് ടീച്ചേഴ്സ് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു റോൾ തന്നെ പ്ലേ ചെയ്യുന്നുണ്ട്. അതായത് ഡിസേബിലിറ്റി ഉള്ള കുട്ടികളെ ഡീൽ ചെയ്യുന്നത്, അതായത് ഒരു ഇൻക്ലൂസീവ് ആൻഡ് സപ്പോർട്ടീവ് ആയിട്ടുള്ള അസസ്മെൻറ്റ് എൻവയോൺമെൻറ്റ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതായത് ഇൻക്ലൂസീവ് എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒന്നായിരിക്കണം, അത് സപ്പോർട്ടീവ് ആയിരിക്കണം. അപ്പോൾ അതിനായിട്ടുള്ള പ്രത്യേകം ടൂൾസും മെത്തേഡ്സും ബേസ്ഡ് ഓൺ ദ നേച്ചർ ഓഫ് ഡിസേബിലിറ്റി ടീച്ചർ എന്ത് ചെയ്യേണ്ടി വരും, ടീച്ചർ അഡാപ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പം എന്തെങ്കിലും റൈറ്റിംഗ് ഡിഫിക്കൽട്ടീസ് ഉള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് ഓറൽ ടെസ്റ്റുകൾ നടത്തുക. അതുപോലെ തന്നെ ഹിയറിംഗ് ഇമ്പയർഡ്, അതായത് ചെവി കേൾക്കുന്നതിന് പ്രശ്നമുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് വിഷ്വൽ എയ്ഡ്സ് യൂസ് ചെയ്യുക. കാരണം അവർക്ക് സൗണ്ട് കേൾക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ വിഷ്വൽ എയ്ഡ്സ് ആകുമ്പോൾ അവർക്ക് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. അതുപോലെ തന്നെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് ഉണ്ട്, അതായത് ഡിസേബിലിറ്റീസ് ഉള്ള കുട്ടികളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനെ നമ്മൾ സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് എന്നാണ് വിളിക്കുക. അവരുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് ഇൻഡിവിജ്വലൈസ്ഡ് എഡ്യൂക്കേഷൻ പ്ലാൻസ് IEP ഒക്കെ കുട്ടിയുടെ ആവശ്യത്തിനനുസരിച്ച് ക്രിയേറ്റ് ചെയ്തെടുക്കുക. പിന്നെ കണ്ടിന്യൂസ് ഫ്ലെക്സിബിൾ അസസ്മെൻറ്റ് മെത്തേഡ്സ് യൂസ് ചെയ്യുക, പോർട്ട്ഫോളിയോസ്, പ്രോജക്ട്സ്, ഒബ്സർവേഷൻസ് ഒക്കെ യൂസ് ചെയ്യാം ടു മോണിറ്റർ ദെയർ പ്രോഗ്രസ്. അതുപോലെ തന്നെ നമുക്ക് ഇമോഷണൽ സപ്പോർട്ടും എൻകറേജ്മെൻറ്റും ഒക്കെ കൊടുക്കാം. കാരണം അവരുടെ കോൺഫിഡൻസ് എന്ന് പറയുന്നത് മേ ബി ഭയങ്കര ലോ ആയിരിക്കും. അപ്പം നമുക്ക് അവരുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇമോഷണൽ സപ്പോർട്ടും എൻകറേജ്മെൻറ്റും കൊടുക്കാം. അതുപോലെ തന്നെ ഫെയർനെസ് വേണം, എമ്പതി വേണം, സെൻസിറ്റിവിറ്റി വേണം. എങ്കിൽ മാത്രമാണ് ഈ ലേണേഴ്സ് വിത്ത് ഡിസബിലിറ്റീസ് ഉള്ള കുട്ടികളെ നമുക്ക് അക്യുറേറ്റ് ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും പറ്റുള്ളൂ. ഇനി വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് CCE? ആ വേർഡിൽ തന്നെ ഉണ്ട് 2 പ്രധാനപ്പെട്ട ഫീച്ചർ. ഒന്ന് എന്താണ്, കണ്ടിന്യൂസ് ആണ്. രണ്ടാമത്തത് എന്താണ്, കോംപ്രിഹെൻസീവ് ആണ്. കോംപ്രിഹെൻസീവ് എന്ന് പറഞ്ഞാൽ എന്താ, ഫുൾ കവറേജ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ എന്ന് പറയുന്നത് ഒരു സ്കൂൾ ബേസ്ഡ് അസസ്മെൻറ്റ് സിസ്റ്റമാണ്. നമ്മൾ സ്കൂൾസിൽ മാത്രം ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റമാണ്. ഇവിടെ എന്താണ് നോക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു സ്റ്റുഡൻറ് ഡെവലപ്മെൻറ്റ് എല്ലാ ആസ്പെക്റ്റിനെയും ഇവാലുവേറ്റ് ചെയ്യുക. അപ്പോൾ അക്കാദമിക് അച്ചീവ്മെൻറ്റിനും അപ്പുറത്തേക്ക് പോകുന്ന ഒന്നാണ്. കാരണം ഇവിടെ ഹോളിസ്റ്റിക് ഗ്രോത്ത്, അത് ടോട്ടൽ ഗ്രോത്തിലാണ് ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പോൾ CCE നമ്മൾ എന്തിനാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്ന് പറഞ്ഞാൽ ഇവാലുവേഷനെ കൂടുതൽ മീനിങ് ഫുൾ ആക്കുക, ചൈൽഡ് ഫ്രണ്ട്ലി ആക്കുക, ഡെവലപ്മെൻറ്റ് ഓറിയൻറ്റഡ് ആക്കുക. ഇനി കീ ഫീച്ചേഴ്സിൽ ഫസ്റ്റ് നേരത്തെ പറഞ്ഞ പോയിന്റാണ് കണ്ടിന്യൂസ് ഇവാലുവേഷൻ. ഇപ്പോൾ ഒന്നും കിട്ടിയില്ലെങ്കിൽ ആ 2 വേർഡെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്ത് വെക്കാം. കണ്ടിന്യൂസ് ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, റെഗുലർ ആയിട്ടും ഓൺഗോയിങ് ആയിട്ടും ചെയ്യുന്ന ഒരു അസസ്മെൻ്റ് ആണ് ത്രൂ ഔട്ട് ദി അക്കാദമിക് ഇയർ. അതായത് ഇപ്പോൾ ജൂണിൽ സ്റ്റാർട്ട് ചെയ്ത് മാർച്ച് വരെ റെഗുലർ ആൻഡ് ഓൺഗോയിങ് ആയിരിക്കും. ഇനി ഇത് ടേം എൻഡിലേക്കോ ഇയർ എൻഡ് എക്സാമിനേഷൻസിലേക്കോ മാത്രം ലിമിറ്റഡ് ആയിട്ടുള്ള ഒന്നല്ല, ഫ്രീക്വൻ്റ് ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു അസസ്മെൻ്റ് ആണിത്. നമുക്ക് ക്ലാസ് ടെസ്റ്റുകളിലൂടെ, അസൈൻമെൻറ്റ്സിലൂടെ, ആക്ടിവിറ്റീസിലൂടെ ഒക്കെ നമുക്കിത് ചെയ്യാം. ഇനി ടീച്ചർക്ക് കുട്ടികളുടെ പ്രോഗ്രസ് എങ്ങനെയുണ്ട് എന്നുള്ളത് ഓരോ പ്രാവശ്യം ജഡ്ജ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ലേണിംഗ് ഗ്യാപ്സ് ഉണ്ടെങ്കിൽ അത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടും പറ്റും അറ്റ് ആൻ ഏർലി സ്റ്റേജ്. ഇനി അടുത്തത് കോംപ്രിഹെൻസീവ് കവറേജ്. ഇപ്പോൾ കോംപ്രിഹെൻസീവ് കവറേജ് എന്ന് പറയുന്നത് കൊണ്ട് CCEയിൽ എന്ന് പറയുന്നത് സ്കോളാസ്റ്റിക്, അതായത് സബ്ജക്ട്സ് മാത്രമല്ല നോക്കുന്നത്, സ്കോളാസ്റ്റിക് ഏരിയാസും കൂടെ നോക്കുന്നുണ്ട്. അതായത് ലൈഫ് സ്കിൽസ്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ, ഇതൊക്കെ നോക്കുന്നുണ്ട്. ഇപ്പോൾ സ്കോളാസ്റ്റിക് ഏരിയാസ് എന്ന് പറഞ്ഞാൽ അക്കാദമിക് സബ്ജക്ട്സ് ആണ്, ലാംഗ്വേജസ്, മാത്തമാറ്റിക്സ് ആൻഡ് സയൻസ്. സ്കോളാസ്റ്റിക് എന്ന് പറഞ്ഞാൽ ലൈഫ് സ്കിൽസ്, ആറ്റിറ്റ്യൂഡ്സ്, വാല്യൂസ്, പിന്നെ സ്പോർട്സ്, ആർട്സ്, ഇതിലൊക്കെയുള്ള പാർട്ടിസിപ്പേഷൻ, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, അങ്ങനെ ഒരു വെൽ റൗണ്ടഡ് ഇവാലുവേഷൻ ഓഫ് എ ചൈൽഡ്സ് പേഴ്സണാലിറ്റിയാണ് കോംപ്രിഹെൻസീവ് കവറേജ് കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അടുത്തത് ഡയഗ്നോസ്റ്റിക് ആൻഡ് റെമഡിയൽ ആണ്. അപ്പോൾ CCE എന്തിനെ ഹെൽപ്പ് ചെയ്യും? ഇപ്പോൾ ഡയഗ്നോസ്റ്റിക് എന്ന് പറഞ്ഞ വാക്ക് കണ്ടാൽ തന്നെ എന്തെഴുതി വെക്കുക, ലേണിംഗ് ഡിഫിക്കൽട്ടീസിനെ ഡയഗ്നോസ് ചെയ്യുക, അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ നീഡ്സിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ടീച്ചേഴ്സിന് എന്ത് യൂസ് ചെയ്യാൻ പറ്റും? ഈ റിസൾട്ട്സ് ഒക്കെ യൂസ് ചെയ്ത് പിന്നെ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാവും? നിർബന്ധമായിട്ട് ഒരു റെമഡിയൽ ടീച്ചിങ് ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ എയിം എന്താണ്? ജസ്റ്റ് ഗ്രേഡ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, ലേണിങ്ങിനെയും ഇംപ്രൂവ്മെൻറ്റിനെയും സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതും കൂടെയാണ്. ഇനി നമുക്ക് അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് CCEയിൽ വെറൈറ്റി ഓഫ് ടൂൾസ് യൂസ് ചെയ്യാം.
അപ്പോൾ നമുക്ക് റിട്ടൺ എക്സാംസിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്യണമെന്നില്ല. ഒരുപാട് ഇവാലുവേഷൻ ടെക്നിക്സിനെ എൻകറേജ് ചെയ്യുന്ന ഒന്നാണ് CCE. നമുക്ക് ക്വിസസ് യൂസ് ചെയ്യാം, ഓറൽ ടെസ്റ്റ്, പ്രോജക്ട്സ്, റോൾ പ്ലേ, അസൈൻമെൻറ്റ്സ്, ഒബ്സർവേഷൻ, അങ്ങനെ ഒരുപാട് ഡിഫറെൻറ്റ് ലേണിംഗ് സ്റ്റൈൽസ് ഉള്ള കുട്ടികളെ അസസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. പിന്നെ CCEയുടെ മറ്റൊരു പ്രത്യേകത, ഇത് സ്ട്രെസ് റെഡ്യൂസിങ് ആയിട്ടുള്ള ഒന്നാണ്. ഇപ്പോൾ ഈ എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള സ്ട്രെസ്സൊക്കെ നമുക്കിപ്പം കുട്ടികൾക്ക് ഈ CE ആയിട്ട് നമ്മൾ 20 മാർക്സാണ് കൊടുക്കുന്നത്. അവരുടെ എക്സാമിലൂടെ അവർ നേടുന്നത് 80 ആണെങ്കിൽ മുമ്പേ 100 മാർക്കും അവർ എക്സാം ത്രൂ തന്നെ നേടിയിരിക്കണം. ഇപ്പോൾ 20 മാർക്സ് ഈ കുട്ടികൾക്ക് ഓൾറെഡി ദേ ആർ പെർഫോമിങ് വെൽ, 20 മാർക്സ് ഓൾറെഡി അവർക്ക് CCEയിലൂടെ കിട്ടണം. അപ്പോൾ ദേ വിൽ ബി ലൈക്ക് ഹാപ്പി. ബാക്കി 80 സ്കോർ ചെയ്താൽ മതിയല്ലോ, അല്ലെങ്കിൽ പാസ്സാകാൻ ഇത്ര മതിയല്ലോ എന്നൊക്കെ നമ്മൾ പുറത്ത് വെക്കാറുണ്ടല്ലോ. നമുക്ക് ഇൻറ്റേർണൽസ് ഇത്ര കിട്ടിയിട്ട് അപ്പം 10-20 മാർക്ക് മതി പാസ്സാവാൻ, അല്ലെങ്കിൽ ഈ 30 മാർക്ക് മതി എന്നൊക്കെ. അപ്പം അത് നമ്മുടെ എക്സാം റിലേറ്റഡ് സ്ട്രെസ്സിനെ എന്ത് ചെയ്യും, അത് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. കാരണം ഈ അസസ്മെൻ്റ് എന്ന് പറയുന്നത് എൻ്റയർ ഇയറിൽ നടക്കുന്ന ഒന്നാണ്. ഇനി സ്റ്റുഡൻസ് ഇവാലുവേറ്റ് ചെയ്യുന്നത് സ്മോളർ യൂണിറ്റ്സിനെ ബേസ് ചെയ്തിട്ടുള്ളതായിരിക്കാം. അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ഈ ഹൈ സ്റ്റേക്സ് എക്സാമിൻ്റെ ഒരു പ്രാധാന്യത്തെ അവിടെ മിനിമൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ലേണിംഗ് കൂടുതൽ എൻജോയബിൾ ആക്കുന്നുണ്ട്, അതുപോലെ തന്നെ പേടിപ്പിക്കുന്ന ഒന്നാവുന്നില്ല. പിന്നെ വരുന്നത് ചൈൽഡ് സെൻറ്റേർഡ് അപ്രോച്ചാണ്. അതായത് ഇവിടെ കുട്ടിയുടെ ഹോളിസ്റ്റിക് ഡെവലപ്മെൻ്റ് ആണ് CCE കൺസിഡർ ചെയ്യുന്നത്. അക്കാദമിക് സ്കിൽസ് മാത്രമല്ല, ഇമോഷണൽ, സോഷ്യൽ, ഫിസിക്കൽ ഡെവലപ്മെൻ്റ് ഒക്കെ ഇത് നോക്കുന്നുണ്ട്. സെൽഫ് അവയർനെസ്, കോൺഫിഡൻസ്, ക്രിയേറ്റിവിറ്റി ആൻഡ് ഇൻ്റർപേഴ്സണൽ സ്കിൽസും ഇവിടെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചൈൽഡിനെ ഒരു ആക്റ്റീവ് പാർട്ടിസിപ്പൻ്റ് ആക്കുന്നുണ്ട് CCE. വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ക്രൈറ്റീരിയൻ റെഫറൻസ്ഡ് ടെസ്റ്റ് ആൻഡ് നോം റെഫറൻസ്ഡ് ടെസ്റ്റ്? അപ്പോൾ ക്രൈറ്റീരിയൻ റെഫറൻസ്ഡ് ടെസ്റ്റ് ആണെങ്കിലും നോം റെഫറൻസ്ഡ് ടെസ്റ്റ് ആണെങ്കിലും ഇത് രണ്ടും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള അപ്രോച്ചസ് ആണ് ടു സ്റ്റുഡൻറ്റ് അസസ്മെൻറ്റ്. ഇപ്പോൾ CRT എന്ന് പറയുന്നത് ഇവാലുവേറ്റ് ചെയ്യുന്നത് ഒരു ലേണറിൻ്റെ പെർഫോമൻസ് ബേസ്ഡ് ഓൺ എ പ്രീ ഡിറ്റർമൈൻഡ് സ്റ്റാൻഡേർഡ്. ഇത് ക്രൈറ്റീരിയ ഓൾറെഡി പ്രീ ഡിറ്റർമൈൻഡ് ആയിരിക്കും, ഓൾറെഡി ഫിക്സഡ് ആയിട്ടുള്ള ഒരു ക്രൈറ്റീരിയ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ലേണിംഗ് ഒബ്ജക്റ്റീവിനെ വെച്ചിട്ടായിരിക്കും ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഫോക്കസ് ചെയ്യുന്നത് സ്റ്റുഡൻറ്റ് ഏതെങ്കിലും സ്പെസിഫിക് കണ്ടൻറ്റോ സ്കിൽസോ മാസ്റ്റർ ചെയ്തിട്ടുണ്ടോ, പക്ഷേ മറ്റു കുട്ടികൾ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് എന്നുള്ളതിന് ഇവിടെ യാതൊരു പ്രാധാന്യമില്ല. അതായത് ഇപ്പോൾ ഒരു പർട്ടിക്കുലർ കുട്ടിയുടെ സ്കിൽസും കണ്ടൻറ്റും മാത്രമാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ ഒരു മാത്സ് ടെസ്റ്റ് നടത്തുമ്പോൾ ആ കുട്ടിക്ക് ആ ഇക്വേഷൻസ് ഒക്കെ ക്രൈറ്റീരിയൻ ബേസ്ഡ് ആയിട്ട് പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് വെച്ചിട്ട് ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ, സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതൊക്കെ നോക്കുന്നുണ്ട്. ഇനി ഇതിന് ഒരു കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് നോം റെഫറൻസ്ഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ എന്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയുടെ പെർഫോമൻസ് മറ്റു കുട്ടികളുടെ അല്ലെങ്കിൽ ആ പിയർ ഗ്രൂപ്പിൻ്റെ പെർഫോമൻസുമായിട്ട് കമ്പയർ ചെയ്യും. അപ്പോൾ ഇത് എന്തിനാണെന്ന് പറഞ്ഞാൽ കുട്ടികളെ അവരുടെ റിലേറ്റീവ്, ഇപ്പോൾ ക്ലാസ് ഫസ്റ്റ് റാങ്ക്, ഒരു ക്ലാസ്സിൽ തന്നെ ഞാൻ ഫസ്റ്റ് റാങ്ക് സെക്കൻഡ് റാങ്ക് എന്നൊക്കെ പറഞ്ഞ് കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ റാങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നോം റെഫറൻസ്ഡ് ടെസ്റ്റുകൾ യൂസ് ചെയ്യുന്നത്. ഇത് കോമ്പറ്റേറ്റീവ് സെറ്റിങ്സിൽ ലൈക്ക് എൻട്രൻസ് എക്സാംസിൽ, ഇപ്പം അങ്ങനെ കുറേ എക്സാംസ് ഒക്കെ ഉണ്ടല്ലോ, നെറ്റിന് വരുന്നില്ല, പക്ഷെ ചില എക്സാംസിനൊക്കെ ഇങ്ങനെ യൂസ് ചെയ്യാറുണ്ട്, റാങ്കിങ് ഒക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ മുമ്പ് ഹ്യൂമാനിറ്റീസിൽ അല്ലെങ്കിൽ ഇങ്ങനെ റാങ്കിങ് സിസ്റ്റം ഒക്കെ ഉണ്ടായിരുന്നു. ഹ്യൂമാനിറ്റീസിൽ ഫസ്റ്റ് റാങ്ക് ഇന്ന ആൾക്കാണ്, സയൻസിൽ ഫസ്റ്റ് റാങ്ക് ഇന്ന ആൾക്കാണെന്നൊക്കെ പറഞ്ഞ് വരുമായിരുന്നു. അപ്പോൾ അതൊക്കെ എന്തായിരുന്നു, നോം റെഫറൻസ്ഡ് ടെസ്റ്റുകളായിരുന്നു. ഇപ്പോൾ എൻട്രൻസ് എക്സാം, സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റൊക്കെ, IQ ടെസ്റ്റിനൊക്കെ ഇങ്ങനെ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ സ്കോറിംഗ് എന്ന് പറയുന്നത് പേഴ്സൻറ്റൈൽസ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ ബേസ് ചെയ്തിട്ടിരിക്കും. ഈ ഒരു ക്ലാസ് റൂം ഇവാലുവേഷൻ ആൻഡ് ഡയഗ്നോസിസിന് ഏറ്റവും ബെസ്റ്റ് എന്താണ്, ക്രൈറ്റീരിയൻ റെഫറൻസ്ഡ് ടെസ്റ്റാണ്. കാരണം ഈ പിയർ കമ്പാരിസൺ ചെയ്യുന്ന നോം റെഫറൻസ്ഡ് ടെസ്റ്റ് നമ്മളൊരു ക്ലാസ് റൂമിൽ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ അവിടെ അൺനെസസറി ആയിട്ടുള്ള കോമ്പറ്റീഷനും മറ്റു കാര്യങ്ങളൊക്കെ വരും. കാരണം NRT യൂസ് ചെയ്യുന്നത് കൂടുതലും സെലക്ഷനും പ്ലേസ്മെൻറ്റിനും ക്ലാസിഫിക്കേഷനും വേണ്ടിയിട്ടാണ്. അപ്പോൾ CRT എന്തിലാണ് ശ്രദ്ധിക്കുന്നത്, മാസ്റ്ററി ഓഫ് ദി സ്കിൽ അല്ലെങ്കിൽ സ്പെസിഫിക് കണ്ടന്റ് ആണെങ്കിൽ NRT ഫോക്കസ് ചെയ്യുന്നത് കമ്പാരിസണിലാണ്. ഇനി എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ. അപ്പോൾ മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ എന്ന് പറയുന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ദ സ്പ്രെഡ് ഓർ വേരിയബിലിറ്റി ഓഫ് ഡാറ്റ അറൗണ്ട് എ സെൻട്രൽ വാല്യൂ. ഇതിൽ മെയിൻ ആയിട്ടുള്ള ടൈപ്സ്, ഒന്ന് റേഞ്ച് എന്ന് പറയുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ ഹയസ്റ്റ് ആൻഡ് ലോവസ്റ്റ് വാല്യൂസ് ആണ്. ഇറ്റ് ഈസ് ദ സിംപ്ലസ്റ്റ് മെഷർ ഇതാണ്, പക്ഷേ ഇറ്റ് ഈസ് ഓൾസോ അഫക്റ്റഡ് ബൈ എക്സ്ട്രീം വാല്യൂസ്. അടുത്തത് ക്വാർട്ടൈൽ ഡീവിയേഷൻ വിച്ച് ഈസ് ഓൾസോ നോൺ ആസ് ഇന്റർ ക്വാർട്ടൈൽ റേഞ്ച്. ഇവിടെ മെഷർ ചെയ്യുന്നത് ദ സ്പ്രെഡ് ഓഫ് ദ മിഡിൽ 50% ഓഫ് ദ ഡാറ്റ. റേഞ്ചിനേക്കാളും കൂടുതൽ റിലയബിൾ ആണ്, കൂടുതൽ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്നതാണ് ക്വാർട്ടൈൽ ഡീവിയേഷൻ. നെക്സ്റ്റ് വൺ ഈസ് മീൻ ഡീവിയേഷൻ. ഇവിടെ ആവറേജ് ഓഫ് ദി അബ്സല്യൂട്ട് ഡീവിയേഷൻസ് ഫ്രം ദ മീനിങ് ആണ്. ഇവിടെ ഓവറോൾ വേരിയബിലിറ്റി ആണ് നോക്കുന്നത്. അടുത്തത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് മെഷറാണ് ഇത്. ഇതെന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, ഹൗ മച്ച് വാല്യൂസ് ഡീവിയേറ്റ് ഫ്രം ദ മീൻ എന്നുള്ളതാണ്. ഹയർ SD ആണെങ്കിൽ അവിടെ ഗ്രേറ്റർ വേരിയബിലിറ്റി ഉണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്.
ഇനി മറ്റൊന്നാണ് വേരിയൻസ്, അതായത് ദ സ്ക്വയർ ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഇത് സ്റ്റാറ്റിസ്റ്റിക്കൽ കാൽക്കുലേഷൻസ് വളരെ യൂസ്ഫുൾ ആണ്. ഈ മെഷർ നമുക്ക് കൺസിസ്റ്റൻസി, റിലയബിലിറ്റി, പ്രഡിക്റ്റബിലിറ്റി ഇൻ ഡാറ്റ എന്നുള്ളതെല്ലാം മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി ഒരു ഗുഡ് ഇവാലുവേഷൻ ടൂളിന്, ഇപ്പോൾ ഇത് ഓൾറെഡി ഒരു ക്ലാസ് ആയിട്ട് ഇട്ടിട്ടുണ്ട്, അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഗുഡ് ഇവാലുവേഷൻ ടൂളിന് ഞാൻ നേരത്തെ പറഞ്ഞു VROSDC. ഓക്കെ, അതായത് ഇവിടെ ചോദിച്ചിരിക്കുന്ന ഇവാലുവേഷൻ ടൂളാണ് ചോദിച്ചിരിക്കുന്നത്, മറ്റേത് ടെസ്റ്റാണ്. പക്ഷേ സംഭവം എന്താ, സെയിം തന്നെയാണ്. വാലിഡിറ്റി വേണം, റിലയബിലിറ്റി വേണം, ഒബ്ജക്റ്റിവിറ്റി വേണം, യൂസബിലിറ്റി വേണം. എന്തിൻ്റെയും ഒരു ഗുഡ് ടെസ്റ്റ് ചോദിച്ചു, ഗുഡ് ടൂൾ ചോദിച്ചു, ഗുഡ് എക്സാമിനേഷൻ ചോദിച്ചു, എന്തിനും ഗുഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാക്കാണ്. ഇതൊക്കെ എഴുതി വെക്കാം. എല്ലാം അത് ഇതിന് ജസ്റ്റ് മറ്റേ ടൂൾ എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി എന്താണോ അത് മെഷർ ചെയ്യേണ്ടത് അത് തന്നെ മെഷർ ചെയ്യണം. ഇനിയിപ്പോൾ അവിടെ ടെസ്റ്റ് ആണെങ്കിൽ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷുഡ് മെഷർ വാട്ട് ഇറ്റ് എക്സാക്ട്ലി മെൻ ടു മെഷർ എന്ന് തന്നെ എഴുതി വയ്ക്കുക. വാലിഡിറ്റി ഉണ്ട്, റിലയബിലിറ്റി ഉണ്ട്, ഒബ്ജക്റ്റീവിൻ്റെ യൂസ്ഫുൾനെസ് വേണം, ഡിസ്ക്രിമിനേറ്റിംഗ് പവറാണ്. നമുക്ക് ഹൈ അച്ചീവേഴ്സും ലോ അച്ചീവേഴ്സും തമ്മിൽ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റണം. കോംപ്രിഹെൻസീവ്നെസ് വേണം, അതായത് ഫുൾ കവറേജ് വേണം, തുടങ്ങിയ കാര്യങ്ങളെല്ലാം. ഇനി വാട്ട് ആർ ദ സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ ആൻ അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് കൺസ്ട്രക്ഷൻ? അച്ചീവ്മെൻറ്റ് ടെസ്റ്റിലൂടെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത് ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് കുട്ടികൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ ആഫ്റ്റർ ദ ഇൻസ്ട്രക്ഷൻ ആണ്. അപ്പോൾ ഇവിടെ വാലിഡിറ്റി വേണം, റിലയബിലിറ്റി വേണം, യൂസ്ഫുൾനെസ് വേണം. ഇപ്പോൾ എന്ത് ടെസ്റ്റ് ആണെങ്കിലും ഈ 3 പോയിന്റ് എല്ലാത്തിലും യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി ഇതിലെ മേജർ സ്റ്റെപ്സ്, ഒന്ന് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ എന്താണ് ആ ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് എന്നത് ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്യാം. കണ്ടന്റ് ഏരിയാസ് ഏതാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഡിസൈഡ് ചെയ്യാം. ഇനി ഏത് ടൈപ്പ് ഓഫ് ടെസ്റ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, റിട്ടൺ ആണോ, ഓറൽ ആണോ, പ്രാക്ടിക്കൽ ആണോ, അതുപോലെ തന്നെ നമ്മുടെ ടാർഗറ്റ് ഗ്രൂപ്പ് ആരാണെന്നുള്ളതെല്ലാം സെലക്ട് ചെയ്യാം. അടുത്തത് ബ്ലൂ പ്രിന്റ് പ്രിപ്പറേഷൻ. ഇവിടെ എന്താണെന്ന് പറഞ്ഞാൽ ഒരു ടേബിൾ ഓഫ് സ്പെസിഫിക്കേഷൻസ് ക്രിയേറ്റ് ചെയ്യാം. ഒബ്ജക്റ്റീവ്സുമായിട്ട് ലിങ്ക് ചെയ്യണം, കണ്ടന്റ് ഏരിയാസുമായിട്ടും ലിങ്ക് ചെയ്യണം. ഇനി വെയിറ്റേജ്, ഓരോ ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻ ടൈപ്സിനും എന്ത് വെയിറ്റേജ് ആണ് കൊടുക്കുന്നത്, ഡിഫിക്കൽറ്റി ലെവൽസ്, കോഗ്നിറ്റീവ് ഡൊമൈൻസ് ഏതൊക്കെയാണെന്നുള്ളത് അഡ്രസ്സ് ചെയ്യും. ഇനി ഐറ്റം റൈറ്റിങ്ങിൽ വരുന്നത് ക്വസ്റ്റ്യൻസ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഫോർമാറ്റിൽ തന്നെ പ്രിപ്പയർ ചെയ്യുക. മൾട്ടിപ്പിൾ ചോയ്സ്, ഷോർട്ട് ആൻസർ, എസ്സേ, അങ്ങനെ എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കണം. പിന്നെ എന്താന്ന് പറഞ്ഞാൽ ഈച്ച് ഐറ്റവും ആ സ്പെസിഫൈഡ് ഒബ്ജക്റ്റീവും ഡിഫിക്കൽറ്റി ലെവലുമായിട്ട് അലൈൻ ചെയ്യുന്നുണ്ട്, ചേർന്ന് പോകുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ്. ഐറ്റം റിവ്യൂവിൽ വരുന്നത് എല്ലാ ക്വസ്റ്റ്യൻസിനെയും റിവ്യൂ ചെയ്യുക. അതിന് ക്ലാരിറ്റി ഉണ്ടോ, അക്യുറസി ഉണ്ടോ, റിലവൻസ് ഉണ്ടോ, ലാംഗ്വേജ് അപ്രോപ്രിയേറ്റ്നെസ് ഉണ്ടോ, പിന്നെ എന്തെങ്കിലും ആംബിഗ്വിറ്റിയോ ബയസ്ഡോ, അതായത് എന്തെങ്കിലും മുൻവിധി ഉണ്ടെന്ന് തോന്നുന്ന കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ ആംബിഗ്വിറ്റി മീൻസ് കൺഫ്യൂഷൻ ക്രിയേറ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിനൊക്കെ എന്ത് ചെയ്യുക, അവോയ്ഡ് ചെയ്യുക. പൈലറ്റ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ അതൊരു സാമ്പിൾ സ്റ്റുഡൻസിനെ ഒന്ന് അഡ്മിനിസ്റ്റർ ചെയ്യുക, അവരെ കൊണ്ട് എഴുതിപ്പിച്ച് നോക്കാം. എന്നിട്ട് ആ ഡാറ്റ ഗ്യാദർ ചെയ്തിട്ട് ഏതൊക്കെ ഐറ്റംസിലാണ് അവർ പെർഫോം ചെയ്തിട്ടുള്ളത് ഇൻ ടേംസ് ഓഫ് ഡിഫിക്കൽറ്റി, ഡിസ്ക്രിമിനേഷൻ ആൻഡ് ടൈമൊക്കെ നോക്കാം. ഇനി അനാലിസിസ് ആൻഡ് റിവിഷനിൽ ഈ ടെസ്റ്റ് റിസൾട്ട്സിനെ നമ്മൾ അനലൈസ് ചെയ്യുക, അതിൻ്റെ വാലിഡിറ്റിയും റിലയബിലിറ്റിയും നമ്മൾ ചെക്ക് ചെയ്യുക. വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താണോ ഉദ്ദേശിച്ചിട്ടുള്ളത്, എന്താണോ മെഷർ ചെയ്യണമെന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത് അത് മെഷർ ചെയ്തിട്ടുണ്ടോ നോക്കുന്നതാണ് വാലിഡിറ്റി. റിലയബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇത് കൺസിസ്റ്റൻറ്റ് റിസൾട്ട്സ് ആണോ തരുന്നത് എന്ന് നോക്കുന്നത്. പിന്നെ ഏതെങ്കിലും പുവർ പെർഫോമിംഗ് ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ടെങ്കിൽ അത് റിവൈസ് ചെയ്യുക, എലിമിനേറ്റ് ചെയ്യുക. ഇനി ഫൈനൽ അഡ്മിനിസ്ട്രേഷൻ, ഈ ഫൈനലൈസ്ഡ് ടെസ്റ്റിനെ നമ്മുടെ ഇൻറ്റൻഡഡ് ആയിട്ടുള്ള സ്റ്റുഡൻറ്റ് ഗ്രൂപ്പിലേക്ക് അഡ്മിനിസ്റ്റർ ചെയ്യുക, അതുപോലെ തന്നെ അണ്ടർ സ്റ്റാൻഡേർഡ് കണ്ടീഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി സ്കോറിംഗ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ, സ്കോറിംഗ് കീസ് അല്ലെങ്കിൽ റുബ്രിക്സ് യൂസ് ചെയ്തിട്ട് ഒബ്ജക്റ്റീവ് ആൻഡ് കൺസിസ്റ്റൻറ്റ് ഇവാലുവേഷൻ നടത്തുക. പിന്നെ ഈ സ്കിൽസിനെ അല്ലെങ്കിൽ ഈ റിസൾട്ട്സിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുക ടു ഇൻഫോം സ്റ്റുഡൻസ്, ടീച്ചേഴ്സ് ആൻഡ് കരിക്കുലം ഇംപ്രൂവ്മെൻറ്റ്സ്. ഇതൊരു സിസ്റ്റമാറ്റിക് അപ്രോച്ചാണ് അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് എന്നുണ്ടെങ്കിൽ അത് എഫക്റ്റീവ് ആയിരിക്കും, മീനിങ് ഫുൾ ആയിരിക്കും, ആൻഡ് ഇറ്റ് ഷുഡ് ബി അലൈൻഡ് വിത്ത് ലേണിംഗ് ഔട്ട്കംസ്. ഇനി വാട്ട് ഈസ് എ കേസ് സ്റ്റഡി, ഹൗ വിൽ യു കണ്ടക്ട് എ കേസ് സ്റ്റഡി? കേസ് സ്റ്റഡി എന്ന് പറയുന്നത് ഇൻഡെപ്ത് ആയിട്ടുള്ള ഡീറ്റെയിൽഡ് ഇൻവെസ്റ്റിഗേഷൻ ആണ്. ഇതൊരു ഇൻഡിവിജ്വലിനെ കുറിച്ചാവാം, ഒരു ഗ്രൂപ്പിനെ കുറിച്ചിട്ടാവാം, അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനെ കുറിച്ചിട്ടായിരിക്കും. ഓവർ എ പീരീഡ് ഓഫ് ടൈം, അതായത് ഒരു ദിവസം കൊണ്ട് ചെയ്യുന്നതല്ല, കുറച്ച് നാളുകളോളം ചെയ്യുന്ന ഒന്നാണ് കേസ് സ്റ്റഡി. അപ്പോൾ എഡ്യൂക്കേഷനിലെ കേസ് സ്റ്റഡീസ് എന്താണെന്ന് പറഞ്ഞാൽ അക്കാദമിക്, ഇമോഷണൽ, ബിഹേവിയർ അല്ലെങ്കിൽ സോഷ്യൽ ആസ്പെക്ട്സ് ഓഫ് ദി ലേണർ മനസ്സിലാക്കാനും അതുപോലെ തന്നെ അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കാനും പിന്നെ എന്തെങ്കിലും ഇൻ്റർവെൻഷൻസ് ടീച്ചറുടെ ഭാഗത്തു നിന്ന് വേണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടുമാണ്. ഇനി ഒരു കേസ് സ്റ്റഡി കണ്ടക്ട് ചെയ്യണമെങ്കിൽ കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. ഒന്ന് സെലക്ഷൻ. അപ്പോൾ ഇവിടെ കേസ് ചൂസ് ചെയ്യാമെന്നാണ് പറയുന്നത്. അതൊരു സ്റ്റുഡൻ്റ് ആവാം, ഒരു ക്ലാസ് ആവാം, അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ ആവാം. അതൊരു സ്പെസിഫിക് ഇഷ്യൂ പ്രസൻറ്റ് ചെയ്യുന്നുണ്ടാവും, എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാവാം. അതിന് എന്ത് ചെയ്യേണ്ടി വരും, ഇൻവെസ്റ്റിഗേഷൻ വേണം എന്നുള്ളതായിരിക്കും. അപ്പോൾ അതിനെന്ത് ചെയ്യുക, ഡാറ്റ കളക്ഷൻ ചെയ്യുക. അപ്പോൾ ഇതിനു വേണ്ടി നമുക്ക് മൾട്ടിപ്പിൾ മെത്തേഡ്സ് യൂസ് ചെയ്യാം.
ഒബ്സർവേഷൻ യൂസ് ചെയ്യാം, ഇൻ്റർവ്യൂസ് യൂസ് ചെയ്യാം, ചെക്ക് ലിസ്റ്റുകൾ യൂസ് ചെയ്യാം, സൈക്കോളജിക്കൽ ടെസ്റ്റുകൾ, ഡോക്യുമെൻ്റ് അനാലിസിസ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. അത് കഴിഞ്ഞ് എന്ത് ചെയ്യുക? റെക്കോർഡ് ചെയ്യുക. അതായത് ഡീറ്റെയിൽഡ് ആയിട്ടും ഫാക്ച്വൽ ആയിട്ടും ക്രോണോളജിക്കൽ റെക്കോർഡ് ഓഫ് ഓൾ ഒബ്സർവേഷൻസ് ആൻഡ് ഫൈൻഡിങ്സ് മെയിൻറ്റെയിൻ ചെയ്യാം. പിന്നെ അനാലിസിസ്, ഈ ഡാറ്റ ഓർഗനൈസ് ചെയ്യുക, എന്തെങ്കിലും സ്പെസിഫിക് പാറ്റേൺസ് ഉണ്ടോ എന്ന് നോക്കുക, എന്തൊക്കെയാണ് അതിൻ്റെ കോസസ് അല്ലെങ്കിൽ റീസൺസ് നോക്കുക, എന്തെങ്കിലും പർട്ടിക്കുലർ ആയിട്ടുള്ള കോൺട്രിബ്യൂട്ടിംഗ് പാറ്റേൺ ഉണ്ടോ എന്നൊക്കെ നോക്കുക. ഈ ലേണറിൻ്റെ സ്ട്രെങ്ത്, വീക്ക്നെസ്സസ് ആൻഡ് നീഡ്സ് ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യുക. റിപ്പോർട്ടിങ്ങിൽ വരുന്നത് ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുക, ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ, ഫൈൻഡിങ്സ്, ഇൻ്റർപ്രിട്ടേഷൻ ആൻഡ് സജഷൻസ്. ഇനി ഫോളോ അപ്പിൽ വരുന്നത് റെക്കമെൻഡേഷൻസ് ഒക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യുക, പ്രോഗ്രസ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് മോണിറ്റർ ചെയ്യുക, അങ്ങനെ ഇഫക്റ്റീവ്നെസ്സിനെ ഇവാലുവേറ്റ് ചെയ്യുക. ഇപ്പോൾ കേസ് സ്റ്റഡീസ് എഡ്യൂക്കേഷനിൽ ടീച്ചേഴ്സിനെ അവരുടെ അപ്രോച്ച് അതുപോലെ തന്നെ പേഴ്സണലൈസ് ചെയ്യാനായിട്ട് പറ്റും, ലേണേഴ്സിനെ ഇഫക്റ്റീവ്ലി സപ്പോർട്ട് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ മീനിങ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് റുബ്രിക്സ് ഇൻ ദ ഇവാലുവേഷൻ പ്രോസസ്. ഇപ്പോൾ റുബ്രിക് അല്ലെങ്കിൽ റുബ്രിക് എന്ന് പറയുന്നത് ഒരു സ്കോറിംഗ് ഗൈഡാണ്. ഇതെന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സ്റ്റുഡൻറ്റ് പെർഫോമൻസിനെ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബേസ്ഡ് ഓൺ എ സെറ്റ് ഓഫ് ക്രൈറ്റീരിയ വിച്ച് ഈസ് ക്ലിയർലി ഡിഫൈൻഡ് ലെവൽസ് ഓഫ് അച്ചീവ്മെൻറ്റ്. അതായത് സ്റ്റുഡൻറ്റ് പെർഫോമൻസിനെ ഒരു സെറ്റ് ക്രൈറ്റീരിയ ബേസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഡിഫൈൻഡ് ലെവൽസ് ഓഫ് അച്ചീവ്മെൻറ്റിനെ ബേസ് ചെയ്തിട്ടോ വാലുവേറ്റ് ചെയ്യുന്നതിനെയാണ് റുബ്രിക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു സ്ട്രക്ചേർഡ് ഫ്രെയിംവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ദാറ്റ് ഔട്ട്ലൈൻസ് എക്സ്പെക്റ്റേഷൻസ് ആൻഡ് ക്വാളിറ്റി റിക്വയർഡ് ടു അച്ചീവ് ഈച്ച് ലെവൽ ഓഫ് പെർഫോമൻസ്. ഓരോ ലെവൽ ഓഫ് പെർഫോമൻസും അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് അതിൻ്റെ എക്സ്പെക്റ്റേഷൻസ്, ക്വാളിറ്റി എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ഒരു സ്ട്രക്ചേർഡ് ഫ്രെയിംവർക്കിൽ റുബ്രിക് പറഞ്ഞു തരുന്നുണ്ട്. ഇപ്പോൾ ഒരു ടിപ്പിക്കൽ റുബ്രിക്കിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ കണ്ടന്റ്, ഓർഗനൈസേഷൻ, ക്രിയേറ്റിവിറ്റി, ഗ്രാമർ, അതാണ് ക്രൈറ്റീരിയ വരുന്നത്. പെർഫോമൻസ് ലെവൽസിൽ നമ്മൾ എക്സലൻറ്റ്, ഗുഡ്, സാറ്റിസ്ഫാക്ടറി, നീഡ്സ് ഇംപ്രൂവ്മെൻറ്റ് എന്നൊക്കെ പറയും. ആൻഡ് ഡിസ്ക്രിപ്റ്റേഴ്സ് ഉണ്ട്, അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് വാട്ട് ഈസ് എക്സ്പെക്റ്റഡ് അറ്റ് ഈച്ച് ലെവൽ. ഓരോ ലെവലിലും നമ്മൾ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എന്താണ് ഇമ്പോർട്ടൻസ് ഓഫ് റുബ്രിക്സ്? ക്ലാരിഫൈസ് ലേണിംഗ് എക്സ്പെക്റ്റേഷൻസ്. റുബ്രിക്സ് എന്ന് പറയുന്നത് ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒന്നാണെങ്കിൽ അല്ലെങ്കിൽ ഇറ്റ് പ്രൊവൈഡ് ട്രാൻസ്പെറൻസി ടു ബോത്ത് ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻസ്. അതൊരു സുതാര്യത ഉറപ്പുവരുത്തുന്നുണ്ട്. അപ്പോൾ ഓരോ ടാസ്കും സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് സ്റ്റുഡൻസ് എന്തറിഞ്ഞിരിക്കണം? നോ എക്സാക്ട്ലി വാട്ട് ഈസ് എക്സ്പെക്റ്റഡ്. അവരിൽ നിന്നും എന്താണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്, അതനുസരിച്ച് അവരെ പ്ലാൻ ചെയ്യാനും അവരുടെ എഫേർട്സിനെ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യാം. രണ്ടാമത്തേത് പ്രൊമോട്ട്സ് ഒബ്ജക്റ്റിവിറ്റി ആൻഡ് ഫെയർനെസ്. റുബ്രിക്സ് എന്ന് പറയുന്നത് ഒരു ക്ലിയർലി സ്റ്റേറ്റഡ് ക്രൈറ്റീരിയനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ പേഴ്സണൽ ബയസ് ഒന്നും നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള മുൻവിധികളൊന്നും ഗ്രേഡിങ്ങിൽ പാടില്ല. കൺസിസ്റ്റൻസി എൻഷുർ ചെയ്യണം, ഫെയർനെസ് എൻഷുർ ചെയ്യണം അക്രോസ് ഓൾ സ്റ്റുഡൻസ് ആൻഡ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് ഇവാലുവേറ്റേഴ്സ്. തേർഡ് പോയിന്റ് ഈസ് ഫെസിലിറ്റേറ്റ്സ് കൺസിസ്റ്റൻറ്റ് സ്കോറിംഗ്. അതായത് റുബ്രിക്സിൽ ഇപ്പോൾ സെയിം സ്റ്റാൻഡേർഡ്സ് നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ സബ്ജക്റ്റീവ് ടാസ്ക് ലൈക്ക് എസ്സേസ്, പ്രോജക്ട്സ്, പ്രസൻറ്റേഷൻസ് സെയിം സ്റ്റാൻഡേർഡ്സ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഫെസിലിറ്റേറ്റ്സ് കൺസിസ്റ്റൻറ്റ് സ്കോറിങ്ങിൽ പറയുന്നത് റുബ്രിക്സിൻ്റെ ഹെൽപ്പോട് കൂടി നമുക്ക് സെയിം സ്റ്റാൻഡേർഡ്സ് യൂണിഫോം ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. ഈവൺ സബ്ജക്റ്റീവ് ആയിട്ടുള്ള ടാസ്കുകളിൽ എസ്സേസ്, പ്രോജക്ട്സ് ആൻഡ് പ്രസൻറ്റേഷൻ. അപ്പോൾ ടീച്ചറിന് സ്പെസിഫിക് ആയിട്ടുള്ള ഡിസ്ക്രിപ്റ്റേഴ്സ് ഒക്കെ യൂസ് ചെയ്യാം വൈൽ അസൈനിങ് മാർക്സ്. അടുത്തത് സപ്പോർട്ട്സ് ഫീഡ്ബാക്ക് ആൻഡ് റിഫ്ലക്ഷൻ. റുബ്രിക്സ് ഹൈലൈറ്റ് ചെയ്യുന്നത് സ്പെസിഫിക് ആയിട്ടുള്ള സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്സസ് ആണ്, അലവിങ് ടീച്ചേഴ്സ് ടു ഗീവ് ഡീറ്റെയിൽഡ് ആൻഡ് കൺസ്ട്രക്റ്റീവ് ഫീഡ്ബാക്ക്. അതായത് സ്പെസിഫിക് സ്ട്രെങ്ത് എന്താണ്, വീക്ക്നെസ് എന്താണെന്ന് ഹൈലൈറ്റ് ചെയ്തു. ടീച്ചേഴ്സിന് വളരെ ഡീറ്റെയിൽഡ് ആൻഡ് കൺസ്ട്രക്റ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാൾ നന്നാവണം, മെച്ചപ്പെടണം എന്നനുസരിച്ച് നമ്മൾ കൊടുക്കുന്നതാണ് കൺസ്ട്രക്റ്റീവ് ഫീഡ്ബാക്ക്. അപ്പോൾ ഇതിൽ സ്റ്റുഡൻറ്റിന് റിഫ്ലക്റ്റ് ചെയ്യാൻ പറ്റും, അവരുടെ വർക്കിനെ കുറിച്ച്, അവരുടെ ഫ്യൂച്ചർ പെർഫോമൻസിനെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ടും പറ്റും. ഇനി അടുത്തത് എൻഹാൻസസ് സെൽഫ് ആൻഡ് പിയർ അസസ്മെൻറ്റ്. ഇപ്പോൾ സ്റ്റുഡൻസിന് റുബ്രിക്സ് അവരുടെ ഓൺ വർക്കും അതുപോലെ തന്നെ പിയേഴ്സിൻ്റെ വർക്കുമായിട്ട് കമ്പയർ ചെയ്യാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യും. ഇപ്പോൾ ക്രിട്ടിക്കൽ തിങ്കിങ്, സെൽഫ് റെഗുലേഷൻ, റെസ്പോൺസിബിലിറ്റി ഫോർ ലേണിംഗ് ഒക്കെ ഇത് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. ഇനി ഇറ്റ് ഈസ് അപ്ലിക്കബിൾ ടു വേരിയസ് അസസ്മെൻറ്റ്സ്. ഇപ്പം റുബ്രിക്സ് നമുക്ക് ഫോർമേറ്റീവ് അസസ്മെൻറ്റ്സിൽ, അതായത് ഓൺ ഗോയിങ് ഇവാലുവേഷൻസ് ഡ്യൂറിങ് ലേണിങ്ങിലും യൂസ് ചെയ്യാം, സമ്മേറ്റീവ് അസസ്മെൻറ്റ്സിലും യൂസ് ചെയ്യാം, ഫൈനൽ ഇവാലുവേഷൻസിലും യൂസ് ചെയ്യാം. പിന്നെ ദേ ക്യാൻ അസസ്, റിട്ടേൺ ടാസ്കുകൾ അസസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം, ക്രിയേറ്റീവ് വർക്ക്, പ്രാക്ടിക്കൽ സ്കിൽസ് ആൻഡ് ഈവൺ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ്. അപ്പോൾ ഇത് എന്തിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്? ഒരു ഹോളിസ്റ്റിക് ഡെവലപ്മെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ റുബ്രിക്സ് എന്ന് പറയുന്നത് അസസ് ചെയ്യാൻ വേണ്ടി മാത്രം ഡിസൈൻ ചെയ്തിട്ടുള്ളതല്ല, നോട്ട് ജസ്റ്റ് കോഗ്നിറ്റീവ് സ്കിൽസ്, പക്ഷേ അഫക്റ്റീവ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ്സ്, കൊളാബറേഷൻ, സൈക്കോമോട്ടർ സ്കിൽസ്, പെർഫോമൻസ് ഡൊമൈൻസ് ഇതൊക്കെ അസസ് ചെയ്യാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ സമ്മറി നോക്കുകയാണെങ്കിൽ റുബ്രിക്സ് എന്ന് പറയുന്നത് എസെൻഷ്യൽ ടൂൾസ് ആണ്
ഫോർ ട്രാൻസ്പെറൻറ്റ്, സിസ്റ്റമാറ്റിക് ആൻഡ് സ്റ്റുഡൻറ്റ് സെൻറ്റേർഡ് ഇവാലുവേഷൻ. ഇത് എന്തിനെ പ്രൊമോട്ട് ചെയ്യുന്നു? ബെറ്റർ ടീച്ചിങ് ആൻഡ് ഡീപ്പർ ലേണിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുന്നത്. ഒബ്ജക്റ്റീവ് ടൈപ്പ് ടെസ്റ്റ് ഐറ്റംസിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണ് ഓവർ എസ്സേ ടൈപ്പ് ഐറ്റംസ്? അപ്പോൾ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് പറഞ്ഞാൽ എന്താണെന്ന് അറിയാലോ. പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള കറക്റ്റ് ആൻസേഴ്സ് ഉണ്ടാവാം. അത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കാം, ലൈക്ക് MCQ ആയിരിക്കാം, ട്രൂ ഓർ ഫാൾസ് ആയിരിക്കാം, മാച്ചിങ് ടൈപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിരിക്കാം. അപ്പോൾ ഈ 4 ഒബ്ജക്റ്റീവ് ടൈപ്പാണ്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്, MCQ, ട്രൂ ഓർ ഫാൾസ്, മാച്ചിങ് ടൈപ്പ് ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. അപ്പോൾ ഇവരും എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസും തമ്മിലുള്ള കോൺട്രാസ്റ്റാണ് ഇവിടെ നോക്കുന്നത്. എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്താണ്? കുറച്ചും കൂടെ ലോങ് ആൻഡ് കൺസ്ട്രക്റ്റഡ് ആയിട്ടുള്ള റെസ്പോൺസസ് ആണ് വരുന്നത്. ഇപ്പോൾ എഡ്യൂക്കേഷണൽ സെറ്റിങ്സിൽ വളരെ വൈഡ്ലി ഇപ്പോൾ നമ്മൾ എഴുതാൻ പോകുന്ന കേട്ടറ്റ്, അതുപോലെ തന്നെ സെറ്റ്, നെറ്റ്, ഇതൊക്കെ എന്താണ്? ഒബ്ജക്റ്റീവ് ടൈപ്പാണ്. ഇപ്പോൾ PhD എൻട്രൻസുകൾ അതൊക്കെ ഒബ്ജക്റ്റീവ് ടൈപ്പായിട്ടാണ് അധികവും വരുന്നത്. എന്തൊക്കെയാണ് ഈ ഒബ്ജക്റ്റീവ് ടൈപ്പ് ഐറ്റംസിൻ്റെ അഡ്വാൻറ്റേജസ്? അതായത് ഹൈ ഒബ്ജക്റ്റിവിറ്റി ഇൻ സ്കോറിങ്. അതായത് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസിന് ഡെഫിനറ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് ഉണ്ട്. ഇപ്പോൾ സ്കോറിംഗ് എന്ന് പറയുന്നത് എക്സാമിനറിൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളോ, പേഴ്സണൽ ആയിട്ടുള്ള മുൻവിധികളോ, ഹാൻഡ് റൈറ്റിങ്ങോ, ലാംഗ്വേജ് സ്റ്റൈലോ ഇതൊന്നും, അതായത് ഇപ്പോൾ പലപ്പോഴും ഇപ്പോൾ നമ്മൾ സബ്ജക്റ്റീവായിട്ട് എഴുതുമ്പോൾ നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ സ്കോറിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. പക്ഷേ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, ലാംഗ്വേജ് സ്റ്റൈല്, ഇതൊന്നും എന്ത് ചെയ്യില്ല, ഇതിൻ്റെ സ്കോറിങ്ങിനെ ബാധിക്കില്ല. അതുകൊണ്ട് ഒബ്ജക്റ്റീവ് ടൈപ്പിൻ്റെ പ്രധാനപ്പെട്ട ഒന്നാണ് ഹൈ ഒബ്ജക്റ്റിവിറ്റി ഇൻ സ്കോറിങ്. ഫെയർ അസസ്മെൻ്റ് ആണ് എല്ലാ സ്റ്റുഡൻസിനും. അവർക്ക് നോളജ് ഉണ്ടോ അതിനവർക്ക് മാർക്ക് കിട്ടും. രണ്ടാമത്തത് ഇൻക്രീസ്ഡ് റിലയബിലിറ്റിയാണ്. അതായത് ഇവിടെ ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ഫോമാറ്റും സ്കോറിംഗ് മെത്തേഡും യൂസ് ചെയ്യുന്നത് തന്നെ ഗ്രേഡിങ്ങിലും മറ്റും വലിയൊരു വേരിയേഷൻ വരില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന ടെസ്റ്റ് റിസൾട്ട്സ് കൂടുതൽ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ബ്രോഡ് കണ്ടൻറ് കവറേജ്, അതായത് ഈ ഒബ്ജക്റ്റീവ് ഐറ്റംസിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം എന്ന് പറഞ്ഞാൽ ഒരുപാട് വൈഡ് പോർഷൻ തന്നെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് വളരെ കുറഞ്ഞ സമയത്തിൽ തന്നെ നമുക്ക് എത്ര വേണമെങ്കിലും കവർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ഒരു ഓവറോൾ പിക്ചർ ഓഫ് ദി സ്റ്റുഡൻറ് നോളജ് ആണ് തരുന്നത്. ടൈം എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ സ്റ്റുഡൻസിന് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ക്വിക്കായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഇവാലുവേഴ്സിന് പെട്ടെന്ന് തന്നെ അത് സ്കോർ ചെയ്യാനും പറ്റും, മാനുവലി ഓർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ സോഫ്റ്റ്വെയർ. അപ്പോൾ ഇത് രണ്ടും ലാർജ് ക്ലാസ് റൂംസിൽ അല്ലെങ്കിൽ കോമ്പറ്റേറ്റീവ് എക്സാംസിന് വളരെയധികം ഹെൽപ്ഫുൾ ആണ്. 2 ഡയഗ്നോസ്റ്റിക് വാല്യൂ. ഒബ്ജക്റ്റീവ് ടെസ്റ്റിന് ഇപ്പോൾ ഏതെങ്കിലും സ്പെസിഫിക് ഏരിയാസിൽ കുട്ടികൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതും പിൻ പോയിന്റ് ചെയ്യാൻ പറ്റും. ഇത് ഐറ്റം വൈസ് പെർഫോമൻസ് ഒക്കെ എടുത്തുകൊണ്ട് ഏത് കണ്ടന്റ് ഏരിയാസിലാണ് അവർക്ക് റീഎൻഫോഴ്സ്മെൻറ്റ് വേണ്ടതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇത് ഈസി ടു അഡ്മിനിസ്റ്റർ ആൻഡ് സ്കോറാണ്. ഒബ്ജക്റ്റീവ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഡിസൈൻ ചെയ്യാം ഫോർ ഫാക്ച്വൽ ആൻഡ് കോൺസെപ്ച്വൽ നോളജ്. പിന്നെ ടീച്ചേഴ്സിൽ ഈ കറക്ഷൻ അനാലിസിസ് തുടങ്ങിയിട്ടുള്ള ബേർഡനൊക്കെ കുറയ്ക്കാനായിട്ട് പറ്റും. ഇനി ലിമിറ്റേഷൻസ് നോക്കുകയാണെങ്കിൽ ഈ ഒബ്ജക്റ്റീവ് ഐറ്റംസ് കുറേ ബെനിഫിറ്റ്സ് തരുന്നുണ്ടെങ്കിലും അതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. കാരണം ക്രിയേറ്റിവിറ്റി, ക്രിട്ടിക്കൽ തിങ്കിങ്, എബിലിറ്റി ടു കൺസ്ട്രക്ട് ആർഗ്യുമെൻറ്റ്സ്, ഇതൊന്നും അത് അസസ് ചെയ്യുന്നില്ല. അവിടെയൊക്കെ എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസിലാണ് ബെറ്റർ പെർഫോമൻസ് ചെയ്യുക. ഇപ്പോൾ ഗുഡ് ക്വാളിറ്റി ഒബ്ജക്റ്റീവ് ഐറ്റംസ് ക്രാഫ്റ്റ് ചെയ്യണം, എസ്പെഷ്യലി ഹയർ ഓർഡർ വൺസ്. അതിനും എന്ത് വേണം? സ്കില്ല് വേണം ആസ് എ ടീച്ചർ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത്ര ലിമിറ്റേഷൻസ് ഉണ്ടെങ്കിലും ഒബ്ജക്റ്റീവ് ടൈപ്പ് ടെസ്റ്റ് ഐറ്റംസ് എക്സലൻറ്റ് ടൂൾസ് ആണ് ഫോർ അസസിങ് എ വൈഡ് റേഞ്ച് ഓഫ് ലേണിംഗ് ഔട്ട്കംസ്. ലാർജ് സ്കെയിൽ അല്ലെങ്കിൽ സ്റ്റാൻഡർഡൈസ് അസസ്മെൻറ്റ്സിൽ പ്രത്യേകിച്ചിട്ടും.